ഹലോ മക്കളെ, നിങ്ങൾ GIB എക്സാം വളരെ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഒരു വളരെ നല്ല ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ചിന്തിക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ല സ്കോർ കിട്ടാവുന്ന നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ഉള്ള അടിപൊളി ഒരു എക്സാം ആയിരുന്നു ഈ കഴിഞ്ഞ GIB സൂപ്പർ കിങ്സിൻ്റെ എക്സാം എന്ന് പറയുന്നത്. നിങ്ങളത് എക്സാം എഴുതിയിട്ട് അതിൻ്റെ ആൻസർ കീക്ക് വേണ്ടി ഈഗർലി ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾക്കറിയാം. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അതിൻ്റെ ഡിസ്കഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് തെറ്റിയത് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഓരോ എക്സാമിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് എക്സാം അനാലിസിസ് എന്ന് പറഞ്ഞ സംഭവമാണ്. നമ്മൾ എക്സാം എഴുതി പോവല്ല, എക്സാം എഴുതിയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കീറി മുറിച്ച് ഡിസെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം. പോസ്റ്റ് എക്സാം അനാലിസിസ് നമ്മൾ നടത്തണം. എവിടെയൊക്കെയാണ് നമുക്ക് തെറ്റിപ്പോയത്, എങ്ങനെയാണ് തെറ്റിപ്പോയത്, ഈ ചോദ്യം ഇങ്ങനെ വന്നാൽ ഇങ്ങനെയാണല്ലേ, ഇത്തരം രീതിയിലുള്ള നമ്മൾ ആശയങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഓരോ എക്സാം കഴിയുമ്പോഴാണ്. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞാൽ മക്കളെല്ലാവരും എന്ത് ചെയ്യണം? പോസ്റ്റ് എക്സാം അനാലിസിസ് നടത്തണം. അതിനതിൻ്റെ ഡിസ്കഷൻസ് കാണണം, ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ വെച്ച് നോക്കണം. എന്നിട്ട് എന്താണ് തെറ്റിപ്പോയതെന്ന് തെറ്റ് കണ്ടുപിടിക്കണം. ഓരോ എക്സാമിൻ്റെയും മോട്ടോ എന്ന് പറയുന്നത് ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് എന്നാണ്. എക്സാമിന് എന്തായാലും നമ്മൾ സില്ലി മിസ്റ്റേക്ക് എന്തെങ്കിലും വരുത്തും. ആ മിസ്റ്റേക്കുകളെ റെക്ടിഫൈ ചെയ്തിട്ട് അടുത്ത എക്സാമിന് അത് വരാത്ത രീതിയിലാക്കുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മാറുക. അങ്ങനെ പോകുമ്പോഴാണ്, ഓരോ എക്സാം എഴുതി പോകുമ്പോഴാണ് അടുത്ത മെയിൽ എഴുതാൻ പോകുന്ന നീറ്റ് എക്സാം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മാറുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആദ്യമായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. നമ്മൾ തുടങ്ങണം. GIB സൂപ്പർ കിങ്സിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേടാ. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ആന്തർ ഈസ് ടിപ്പിക്കലി. ആന്തർ ടിപ്പിക്കലി എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആൻസർ അറിയാം. ആന്തർ ടിപ്പിക്കലി ടെട്രാസ്പൊറാൻജിയേറ്റ് ആണ്. ആൻസർ 3 നമുക്ക് കിട്ടുക. അപ്പോൾ എന്താണ് ഒരു ആന്തർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഒരു ഫ്ലവറിന് പ്രധാനമായിട്ട് 4 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തത് ഏതാടാ? ഒന്നാമത്തത് കാലിക്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. രണ്ടാമത്തതാണ് കൊറോള. മൂന്നാമത്തതാണ് ആൻഡ്രീഷ്യം. നാലാമത്തതാണ് ഗൈനീഷ്യം. എല്ലാവർക്കും അറിയാലോ. ഇവരെ രണ്ടുപേരെയും നമ്മൾ നോൺ എസെൻഷ്യൽ വേൾഡ്സ് എന്നാണ് വിളിക്കുക. എന്നാൽ ഇവരെ രണ്ടുപേരെയും നമ്മൾ എസെൻഷ്യൽ വേൾഡുകൾ എന്നാണ് വിളിക്കുക. നോൺ എസെൻഷ്യൽ വേൾഡ് എന്നല്ലെങ്കിൽ അവർക്ക് വേറൊരു പേരുണ്ട്, ആക്സസറി വേൾഡ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇവരെ നമ്മ റീപ്രൊഡക്റ്റീവ് വേൾഡ്സ് എന്നുകൂടി വിളിക്കാറുണ്ട്. അതിൽ ആൻഡ്രീഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുമാണ്. നിങ്ങൾക്കറിയാം. ഇനി ഇവിടുന്ന് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. കാലിക്സിൻ്റെ മോണോമർ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് സെപ്പൽ. കൊറോളയുടെ മോണോമർ യൂണിറ്റാണ് പെറ്റൽ. ആൻഡ്രീഷ്യത്തിൻ്റെ മോണോമർ യൂണിറ്റാണ് സ്റ്റെയ്മൻ. ഗൈനീഷ്യത്തിൻ്റെ മോണോമർ യൂണിറ്റാണ് ഒന്നെങ്കിൽ കാർപ്പൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ അയാളെ പിസ്റ്റിൽ എന്ന് വിളിക്കും. ഓക്കെ ആണോ? ഞാൻ പറയുന്നുണ്ട്, ഹാൻഡ് റൈറ്റിങ്ങിലേക്കാണ് ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാർപ്പിൽ ഓർ പിസ്റ്റിൽ എന്നാണ് വിളിക്കാറുള്ളത്. ഇനി നമ്മൾ പറയാം, സ്റ്റെയ്മന് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണുള്ളത്. അഥവാ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായുള്ള ആൻഡ്രീഷ്യത്തിൻ്റെ മോണോമർ യൂണിറ്റാണ് സ്റ്റെയ്മൻ. ആ സ്റ്റെയ്മൻ 2 ഭാഗങ്ങളാണുള്ളത്. ഫിലമെൻ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ആന്തർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതിൻ്റെ ചിത്രം ഇങ്ങനെയാണ് പറയാം. ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പെർമിൻ്റെ ആന്തറിൻ്റെ പ്രത്യേകതകൾ, ഒന്നത് ബൈലോബ്ഡാണ്. 2 ലോബുണ്ട്. 1, 2 2 ലോബുണ്ട് അല്ലേ? സോ ടിപ്പിക്കൽ ആൻജിയോസ്പെർമിൻ്റെ ആന്തർ ബൈലോബ്ഡാണ്, നമുക്കൊക്കെ അറിയാം. ഇനി ഓരോ ലോബിലും 2 തീക്ക വീതം ഉണ്ടായതുകൊണ്ട് ആന്തർ ഡൈതീക്കസ് ആണ് എന്നുകൂടി പറയാം. ഓരോ ലോബിലും 2 തീക്ക വീതം, ഡൈതീക്കസ് ആണ് എന്ന് പറയാം. ഇനി നമ്മളിതിൻ്റെ ഒരു ട്രാൻസ്വേഴ്സ് ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക ഇങ്ങനെ ഒരു ടെട്രാഗോണൽ സ്ട്രക്ചറാണ്. ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പെർമിൻ്റെ ആന്തറിൻ്റെ ട്രാൻസ്വേഴ്സ് ക്രോസ് സെക്ഷൻ എടുത്താൽ കിട്ടുക ഒരു 4 സൈഡഡ് സ്ട്രക്ചർ അഥവാ ടെട്രാഗോണൽ സ്ട്രക്ചറാണ്. അതിൻ്റെ 4 സൈഡിലും ഓരോ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പൊറാഞ്ചിയ. അപ്പോൾ ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പെർമിൻ്റെ ആന്തറിൻ്റെ ട്രാൻസ്വേഴ്സ് ക്രോസ് സെക്ഷൻ എടുത്താൽ 4 സൈഡഡ് സ്ട്രക്ചറിൻ്റെ 4 സൈഡിലും 4 മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടാവും. 1 2 3 4. അങ്ങനെ ഒരു ടിപ്പിക്കലി ആന്തറിൽ 4 മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടായതുകൊണ്ടാണ് അതിനെ നമ്മൾ ടെട്രാസ്പൊറാഞ്ചിയേറ്റ് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി നോക്കിയേ. ആന്തർ ബൈലോബ്ഡ് ആണ്, ഡൈതീക്കസ് ആണ്, ടെട്രാസ്പൊറാഞ്ചിയേറ്റ് ആണ്. ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ സമ്മറിയിലെ 2nd പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈനാണ്. സമ്മറി വായിക്കണം എന്ന് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി? ഓക്കെ ആണോ? എങ്കിൽ രണ്ടാമത്തെ ചോദ്യം നോക്കണം. എക്സൈൻ ഓഫ് പോളൻ ഗ്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. എക്സൈൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സിമ്പിളായിട്ട് നമുക്ക് പറയാം, സ്പോറോപൊളനിൻ കൊണ്ടാണ്. എക്സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോളൻ ഗ്രെയിന് ചുറ്റിയിട്ട് 2 ലെയേഴ്സ് ഉണ്ട് നമുക്കറിയാം അല്ലേ? ഒരു ഹാർഡ് ഔട്ടർ ലെയർ ഉണ്ടാവും, ഒരു സ്മൂത്ത് ഇന്നർ ലെയർ ഉണ്ടാവും. ഈ ഹാർഡ് ഔട്ടർ ലെയറിനെ പറയുന്ന പേരാണ് എക്സൈൻ. എന്നാൽ ഈ സ്മൂത്ത് ഇന്നർ ലെയറിനെ വിളിക്കുന്ന പേരാണ് ഇൻഡൈൻ എന്നാണ് വിളിക്കുക. നോക്കിക്കോണേ,
അവിടെ അടയാളപ്പെടുത്തുന്ന കൺഫ്യൂഷൻ വരും. രണ്ടാമത്തെ ഇന്നർ ലെയറിനെ വിളിക്കുന്ന പേരാണ് ഇൻഡൈൻ എന്നാണ് വിളിക്കുക. ഇനി എക്സൈന് ഹാർഡ് ഔട്ടർ ലെയർ ആണ്. ഈ ഹാർഡ് ഔട്ടർ ലെയർ ഉണ്ടാക്കിയിരിക്കുന്ന കെമിക്കലിൻ്റെ പേരാണ് സ്പോറോപൊള്ളനിൻ എന്നാണ് വിളിക്കുക. സോ എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊള്ളനിൻ എന്നാണ് പറയുക. സ്പോറോപൊള്ളനിൻ ഒരു മോസ്റ്റ് റെസിസ്റ്റൻറ്റ് ഓർഗാനിക് മെറ്റീരിയൽ ആണ്. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്ത് ഹൈ ടെമ്പറേച്ചർ, സ്ട്രോങ് ആസിഡ്സ് ആൻഡ് സ്ട്രോങ് ആൽക്കലി. നോ എൻസൈം ക്യാൻ ഡീഗ്രേഡ് ഇറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽസ് എന്ന് പറയുന്നത് ഒരു ലൈൻ കൂടി മക്കൾ അവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട്. റെഡിയാണോ? സോ ആൻസർ കിട്ടി. ഇനി ഇൻഡൈൻ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് വേഗം ഓർത്തെടുത്തേ. ഇൻഡൈൻ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് വേഗം ഓർത്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് പറയാം, പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ 2 സെല്ലാണ് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ ഒരു വലിയ ലാർജ് ഇറഗുലർ ന്യൂക്ലിയസ് ഉള്ള വലിയൊരു സെൽ ഉണ്ടാവും, അതിനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് സെൽ. ചെറിയൊരു സ്പിൻഡിൽ ഷേപ്പ്ഡ് സെൽ ഉണ്ടാവും, അതിനെ വിളിക്കുന്ന പേരാണ് ജനറേറ്റീവ് സെൽ. ഈ ജനറേറ്റീവ് സെൽ ഡിവൈഡ് ചെയ്തിട്ടാണ് അവസാനം എന്തായിട്ട് മാറുക? 2 മെയിൽ ഗമേറ്റ് ആയിട്ട് മാറുക. അപ്പോൾ നമുക്ക് പറയാം ആൻജിയോസ്പെർമിൻ്റെ പോളൻ ഗ്രെയിൻ കണ്ടെയ്ൻസ് 2 മെയിൽ ഗമേറ്റ്സ് എന്നുള്ള ഒരു ഉത്തരം കൂടി അവിടെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ സ്പോറോപൊള്ളനിനാണ്. എല്ലാവർക്കും കിട്ടി. അടുത്ത് 60% ഓഫ് പ്ലാന്റ്സ് പോളൻ ഗ്രെയിൻ ഷെഡ് അറ്റ്. പോളൻ ഗ്രെയിൻസിൻ്റെ 60% ഓഫ് പ്ലാന്റ്സ് അവരുടെ പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്യുന്നത് ആൻസർ എല്ലാവർക്കും അറിയാം 2 സെൽഡ് സ്റ്റേജിലാണ്. അപ്പോൾ നമുക്ക് പറയാം പോളൻ ഗ്രെയിന് പ്രധാനമായിട്ട് 2 സെല്ലുകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ലാർജ് ഇറഗുലർ ന്യൂക്ലിയസ് ഉള്ള വലിയൊരു സെല്ലുണ്ട് എന്ന് പറഞ്ഞു. ആ വലിയ സെല്ലിനെ വിളിക്കുന്ന പേരാടാ വെജിറ്റേറ്റീവ് സെൽ. എന്നാൽ സ്പിൻഡിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു ചെറിയ സെല്ലുണ്ട്, ഇതിനെ വിളിക്കുന്ന പേരാണ് ജനറേറ്റീവ് സെൽ എന്നാണ് വിളിക്കുക. ജനറേറ്റീവ് സെല്ല് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ടാണ് 2 മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാവുക എന്നിപ്പോൾ നമ്മൾ പഠിച്ചു. ഇനി ഞാൻ പറയാൻ പോണേ, പോളൻ ഗ്രെയിൻ 2 സെൽഡ് സ്റ്റേജിലും ഉണ്ടാവാം, 3 സെൽഡ് സ്റ്റേജിലും ഉണ്ടാവാം. 2 സെൽഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ സെല്ലുകളാണ് ഉണ്ടാവുക? ഒരു സെല്ല് വെജിറ്റേറ്റീവ് സെല്ല്, രണ്ടാമത്തത് ജനറേറ്റീവ് സെല്ല്. എന്നാൽ പോളൻ ഗ്രെയിൻ 3 സെൽഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഉണ്ടാവുക? ഒരു വെജിറ്റേറ്റീവ് സെല്ല് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും, രണ്ടാമത്തത് 2 മെയിൽ ഗ്യാമേറ്റ് ഉണ്ടായിരിക്കും. 2 മെയിൽ ഗ്യാമേറ്റ് ആണ്, 2 സെല്ലുകളാണ്. അപ്പോൾ 2 മെയിൽ ഗ്യാമേറ്റ് ഒരു വെജിറ്റേറ്റീവ് 3 സെൽഡ് സ്റ്റേജ്. എന്നാൽ ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും മാത്രമാണെങ്കിൽ 2 സെൽഡ് സ്റ്റേജ്. 60% ഓഫ് പ്ലാന്റ്സും പോളൻ ഗ്രെയിൻസിനെ ഷെഡ് ചെയ്യുക 2 സെൽഡ് സ്റ്റേജിലാണ്. റിമൈനിങ് 40% ഓഫ് പ്ലാന്റ്സ് ആണ് 3 സെൽഡ് സ്റ്റേജിൽ ഷെഡ് ചെയ്യുക. ഇനി കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും, 2 സെൽഡ് സ്റ്റേജിൽ ഷെഡ് ചെയ്യുമ്പോൾ അതിൽ വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എപ്പോഴാണ് ജനറേറ്റീവ് സെല്ല് മെയിൽ ഗമേറ്റ് ആവുക? അത് പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ തുടങ്ങിയിട്ട് നമുക്കറിയാം സ്റ്റിഗ്മ പോളൻ ഗ്രെയിൻ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗമേറ്റ് ആയിട്ട് മാറും 2 സെൽഡ് സ്റ്റേജിൽ. അപ്പോൾ 60% ഓഫ് പ്ലാന്റ്സും പോളൻ ഗ്രെയിൻ ഷെഡ് ചെയ്യുക 2 സെൽഡ് സ്റ്റേജിലാണെന്ന് നമുക്കൊക്കെ മനസ്സിലായി. നാലാമത്തത് എഗ് അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ്. സിമ്പിളായുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ. എഗ് അപ്പാരറ്റസ് എപ്പോഴും എംബ്രിയോസാക്കിൽ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നോക്കിക്കോണേ, എഗ് അപ്പാരറ്റസിൽ എന്തൊക്കെയുള്ളത് എന്ന് ചോദിക്കണം. അപ്പോൾ നമ്മളൊരു മെച്ചുവേർഡ് എംബ്രിയോസാക്കിൻ്റെ ചിത്രം ആദ്യം നോക്കണം. ഇതാണ് ഒരു മെച്ചുവേർഡ് എംബ്രിയോസാക്ക് എന്ന് പറയുന്നത്. ഒരു മെച്ചുവേർഡ് എംബ്രിയോസാക്കിൽ ഈ ഭാഗത്തായിട്ട് എന്തുണ്ട്? ചലാസൽ എൻഡിൽ 3 സെല്ലുകൾ ഉണ്ട് എന്ന് പറയാം. മൈക്രോ പൈലാർ എൻഡിലും ഇയാൾക്ക് 3 സെല്ലുകൾ ഉണ്ട് എന്ന് പറയാം. സെൻറ്ററിൽ 2 ന്യൂക്ലിയസുകൾ ഇരിക്കുന്നുണ്ട് എന്ന് പറയാം. ഇനി ഇതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയാൽ മതി. ഈ ചലാസൽ എൻഡിലിരിക്കുന്ന 3 സെല്ലിനെയും കൂടി നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റിപോഡൽസ് എന്നാണ് വിളിക്കുക. ഇവിടെ ഈ ഇരിക്കുന്ന 2 സെല്ലുകളെ വിളിക്കുന്ന പേരാടാ സൈനർജിഡ്സ് എന്നാണ് വിളിക്കുക. ഈ സെല്ലിനെ വിളിക്കുന്ന പേരാണ് എഗ് സെൽ എന്നാണ് വിളിക്കുക. ഇവരെ 2 പേരെയും നമ്മൾ കൂട്ടി വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. എന്തോ നിങ്ങൾക്ക് മനസ്സിലായോ? എഗ് അപ്പാരറ്റസ്. സെൻട്രലുള്ള ഈ വലിയ സെല്ലിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ സെൽ. ഇവരുടെ 2 ന്യൂക്ലിയനെ വിളിക്കുന്ന പേരാണ് പോളാർ ന്യൂക്ലിയായി എന്നാണ് വിളിക്കുക. പോളാർ ന്യൂക്ലിയായി പ്ലൂറലാണ്, 2 എണ്ണം പോളാർ ന്യൂക്ലിയായി. ഫ്യൂഷൻ്റെ തൊട്ട് മുന്നേ ഈ 2 പോളാർ ന്യൂക്ലിയകൾ കൂടി ചെന്ന് ഒറ്റ ന്യൂക്ലിയസ് ആവും. അപ്പോൾ അയാളെ നമ്മൾ സെക്കൻഡറി ന്യൂക്ലിയസ് ഒന്നാണ്. ഇത് 2 എണ്ണം ആയതുകൊണ്ടാണ് പോളാർ ന്യൂക്ലിയായി എന്ന് പറഞ്ഞത്. അത് 2 കൂടി ചേർന്ന് ഒറ്റൊന്നാവുമ്പോൾ അതിനെ നമ്മൾ സെക്കൻഡറി ന്യൂക്ലിയസ് എന്നാണ് വിളിക്കുക. നിങ്ങളോട് ചോദിച്ചത് എഗ് അപ്പാരറ്റസിൽ എന്തൊക്കെയുള്ളത്? എഗ് അപ്പാരറ്റസിൽ എന്തൊക്കെയുള്ളത് നോക്കിയേ, 2 സൈനർജിഡും ഉണ്ടാവും, 1 എക്സലും ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? 1 എക്സൽ ആൻഡ് 2 സൈനർജീസ് എന്നുള്ള 4th ഓപ്ഷൻ കിട്ടും. കിട്ടിയാണോ? വെരി ഗുഡ്. എങ്കിൽ 5ാമത്തെ ചോദ്യം നോക്കണം. പോളിനേഷൻ ബൈ വാട്ടർ ഒക്കേഴ്സ് ഇൻ. പോളിനേഷൻ ബൈ വാട്ടർ നടക്കാറുള്ളത് സോസ്റ്ററിയിലും നടക്കാം, വാലിസ്നേറിയയിലും നടക്കാം, ഹൈഡ്രില്ലയിലും നടക്കാം. അതുകൊണ്ട് നമുക്ക് ആൻസർ ഓൾ ഓഫ് ദീസ് ആണ് വരിക. ആൻസർ 4 ആണ് വരിക, ഓൾ ഓഫ് ദീസ്. പക്ഷേ ചോദ്യം ഇവിടെ ജനറൽ ആയിട്ടാണ് ചോദിച്ചത്. ഇതിൽ വാലിസ്നേറിയം അതുപോലെ തന്നെ ഹൈഡ്രില്ലയും ഫ്രഷ് വാട്ടർ പ്ലാന്റ് ആണ്. എന്നാൽ സോസ്റ്റീറ എന്ന് പറയുന്നത് മെറൈൻ സീ ഗ്രാസ് ആണ്, മെറൈൻ ഗ്രാസ് ആണ്. അപ്പോൾ നിങ്ങളോട് കൃത്യമായിട്ട് ചോദിക്കും, മെറൈൻ വാട്ടറിൽ കാണുന്ന പ്ലാന്റ് എന്ന് വെച്ചാൽ സോസ്റ്റീറ മാത്രമേ പറയാൻ പറ്റൂ, ഫ്രഷ് വാട്ടറിൽ കാണുന്നതാണ് വാലിസ്നേറിയം ഹൈഡ്രില്ലയും പറയാം. പക്ഷേ ഇവിടെ പോളിനേഷൻ ബൈ വാട്ടർ എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് നമുക്ക് ഓൾ ഓഫ് ദീസ് എടുക്കാം. സോ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ് വരിക. ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. വ്യക്തമായിട്ട് മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം, പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? പോളൻ ഗ്രെയിൻസിനെ അഥവാ മെയിൽ ഗമേറ്റിനെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരല്ലേ പോളിനേഷൻ ആണ്.
പോളിനേഷൻ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിനേറ്റിംഗ് ഏജൻസ് എന്നാണ് നമ്മൾ വിളിക്കുക. പോളിനേറ്റിംഗ് ഏജൻസ് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാ? എബയോട്ടിക് ഏജൻറ്റുകളുണ്ട്, അതുപോലെ തന്നെ ബയോട്ടിക് ഏജൻറ്റുകളുണ്ട്. ഇതൊക്കെ മക്കൾക്ക് അറിയണതാണ്. എബയോട്ടിക് ഏജൻറ്റുകൾ 2 തരത്തിലാണ്. ഒന്ന് വിൻഡ് ഉണ്ട്, രണ്ടാമത്തത് വാട്ടർ ഉണ്ട് നമുക്കറിയാം. ബയോട്ടിക് ഏജൻറ്റ് ഒന്നെങ്കിൽ ഇൻസെക്റ്റ് ആവാം, അല്ലെങ്കിൽ ബേർഡ് ആവാം, അല്ലെങ്കിൽ ആനിമൽ ആവാം, ആരും ആവാം. വിൻഡ് പോളിനേഷനെ പറയുന്ന പേരാണ് ആനിമോഫിലി. എന്നാൽ വാട്ടർ പോളിനേഷനെ പറയുന്ന പേരാണ് ഹൈഡ്രോഫിലി. ഇൻസെക്റ്റ് പോളിനേഷനെ പറയുന്ന പേരാണ് എൻഡമോഫിലി. ബേർഡ് പോളിനേഷനെ പറയുന്ന പേരാണ് ഓർണിത്തോഫിലി. ആനിമൽ പോളിനേഷനെ പറയുന്ന പേരാണ് സൂഫിലി. എല്ലാം മക്കൾക്ക് മനസ്സിലായി? എങ്കിൽ അടുത്തത് ചോദ്യം നോക്കിക്കോളൂ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നോക്കിക്കോണേ. ജീറ്റ്നോഗമി ഇൻവോൾവ്സ് പോളൻ ആൻഡ് സ്റ്റിഗ്മ ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്. അങ്ങനെ പറയാൻ പറ്റില്ല. ജീറ്റ്നോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു പ്ലാന്റ് എന്ന് വിചാരിക്കാം. ഈ പ്ലാന്റിൻ്റെ മെയിൽ ഫ്ലവർ ആണിത്, ഫീമെയിൽ ഫ്ലവർ ആണിത് വിചാരിക്കുക. ഇത് മെയിൽ ഫ്ലവറും ഇത് ഫീമെയിൽ ഫ്ലവറും ആണ് വിചാരിക്കുക. അങ്ങനെ ഒരു പ്ലാന്റിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്ന് അതേ പ്ലാന്റിൻ്റെ മറ്റൊരു ഫ്ലവറിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ജീറ്റ്നോഗമി. അപ്പോൾ ഡിഫറൻറ്റ് പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് ആർ ഓൾവേസ് ഓട്ടോഗ്യാമസ്. ക്ലീസ്റ്റോ എടമോനെ ക്ലീസ്റ്റോ ഡോർ തുറക്കൂല അമ്മേ എന്ന് പറയുന്ന ആളാണ് ക്ലീസ്റ്റോ. ഒരിക്കലും തുറക്കാത്ത ഫ്ലവറാണ്. അപ്പോൾ നിങ്ങൾ ക്ലീസ്റ്റോ എന്ന് കേട്ടാൽ തന്നെ ഒരാളിൻ്റെ പേരും വാതിൽ തുറക്കാത്തവനാണ്. അഥവാ ഫ്ലവർ ഓപ്പൺ ചെയ്യില്ല, ക്ലോസ്ഡ് ഫ്ലവേഴ്സാണ്. അപ്പോൾ അവൻ്റെ സ്റ്റിഗ്മയും അതുപോലെ തന്നെ ആന്തറും വെരി ക്ലോസ് ടു ഈച്ച് അതർ, എപ്പോഴും ഓട്ടോഗമിയാണ് നടക്കുക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി സീനോഗമി ഒക്കേഴ്സ് ഓൺലി ഇൻ വിൻഡ് പോളിനേഷൻ. സീനോഗമിയിൽ വിൻഡ് പോളിനേഷൻ മാത്രമല്ല നടക്കുക, ഇൻസെക്ട്സ് പോളിനേഷനും വാട്ടർ പോളിനേഷനും ഒക്കെ സീനോഗമി വഴി എടുക്കാം. സീനോഗമി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൻ്റെ ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു പ്ലാന്റിൻ്റെ മറ്റൊരു ഫ്ലവറിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സീനോഗമി എന്നാണ് പറയുക. അപ്പോൾ ഇത് തെറ്റാണ്. ചാസ്മോഗാമസ് ഫ്ലവേഴ്സ് ഡു നോട്ട് ഓപ്പൺ അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ചാസ്മോഗാമസ് ഫ്ലവേഴ്സ് എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യണ ഫ്ലവേഴ്സാണ്. നോർമൽ എക്സ്പോസ്ഡ് ആന്തറും എക്സ്പോസ്ഡ് സ്റ്റേമിനുള്ള ഫ്ലവേഴ്സാണ് ചാസ്മോഗാമസ്. ക്ലീസ്റ്റോ ആണ് തുറക്കാത്തത്. മോനെ ക്ലീസ്റ്റോ തുറക്കൂല. അപ്പോൾ ക്ലീസ്റ്റോ തുറക്കൂല, അപ്പോൾ അത് ക്ലോസ്ഡ് ഫ്ലവേഴ്സാണ്. അപ്പോൾ അവിടെ ഓട്ടോഗമി മാത്രമേ നടക്കുള്ളൂ. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ 2 ആണ്. എങ്കിൽ അടുത്ത് നോക്കാം. യൂണിസെക്ഷുവാലിറ്റി ഓഫ് ഫ്ലവേഴ്സ് പ്രിവെൻറ്റ്സ്. യൂണിസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരു ഫ്ലവറിൽ സാധാരണ 2 തരം ഫ്ലവേഴ്സ് ഉണ്ട്. യൂണിസെക്ഷൽ ഫ്ലവർ ഉണ്ട്, ബൈസെക്ഷൽ ഫ്ലവർ ഉണ്ട്. യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നെങ്കിൽ ആന്തർ മാത്രം ഉണ്ടാവും, ഒന്നെങ്കിൽ ആൻഡ്രീഷ്യം മാത്രം ഉണ്ടാവും, അല്ലെങ്കിൽ ഗൈനീഷ്യം മാത്രം ഉണ്ടാവും. യൂണിസെക്ഷൽ മെയിൽ ഫ്ലവർ ഉണ്ടാവാം, അത് ആൻഡ്രീഷ്യം മാത്രമേ ആ ഫ്ലവറിൽ ഉണ്ടാവുള്ളൂ, കാലിക്സും കൊറോളയും ആൻഡ്രീഷ്യം. എന്നാൽ യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാലിക്സും കൊറോളയും ഗൈനീഷ്യമാണ് ഉണ്ടാവുക. അപ്പോൾ കണ്ടോ, ഇവർ 2 പേരും യൂണിസെക്ഷൽ ഫ്ലവേഴ്സാണ്. എന്നാൽ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ഫ്ലവറിൽ കാലിക്സ് ഉണ്ട്, കൊറോള ഉണ്ട്, അതിൽ തന്നെ ആൻഡ്രീഷ്യം ഉണ്ട്, അതിൽ തന്നെ ഗൈനീഷ്യം ഉണ്ടാവും. കണ്ടോ, 2 സെക്സ് ഓർഗൻ ഉള്ളതാണ് ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവർ ആയാൽ എന്താ പറ്റുക? ഒരു പ്ലാന്റിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണുള്ളതെന്ന് വിചാരിക്കുക. ഈ ഭാഗത്ത് മെയിൽ ഫ്ലവർ ഉണ്ട്, ഈ ഭാഗത്ത് ഫീമെയിൽ ഫ്ലവറും ഉണ്ട്. അപ്പോൾ ഇത് ഫീമെയിൽ ഫ്ലവറാണ്, ഇത് മെയിൽ ഫ്ലവറാണ്. നോക്കിക്കോണേ. അപ്പോൾ ഇത് മെയിൽ ഫ്ലവർ, ഇതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൻഡ്രീഷ്യം മാത്രമേ ഉള്ളൂ, ഇത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ആയ ഗൈനീഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരെന്ത് പ്രിവെൻറ്റ് ചെയ്യും? എന്താ പ്രിവെൻറ്റ് ചെയ്യുക? ഓട്ടോഗമി പ്രിവെൻറ്റ് ചെയ്യും. ബൈസെക്ഷൽ ആയുള്ള ആളുകളല്ലേ ഓട്ടോഗമി കാണിക്കുക? എടാ, ഒരു ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്ന് അതേ ഫ്ലവറിൻ്റെ സിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് വീഴുന്നതിനല്ലേ ഓട്ടോഗമി എന്ന് പറയുക. അപ്പോൾ ബൈസെക്ഷൽ ആയുള്ളവരാണ് ഓട്ടോഗമി കാണിക്കുക. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന യൂണിസെക്ഷുവാലിറ്റി ഉള്ള ഫ്ലവർ ആണെങ്കിൽ അത് എന്തിനെ പ്രിവെൻറ്റ് ചെയ്യും? അപ്പോൾ നമുക്ക് ഓട്ടോഗമി പ്രിവെൻറ്റ് ചെയ്യുമെന്ന് പറയാം. പക്ഷേ ആരെ പ്രിവെൻറ്റ് ചെയ്യില്ല? ജീറ്റ്നോഗമിനെ പ്രിവെൻറ്റ് ചെയ്യില്ല. ഓപ്ഷൻ 2 ആണ് ആൻസർ വരിക. എന്താ കാരണം? ഒരു പ്ലാന്റിൻ്റെ ഒരു ഫ്ലവറിൽ നിന്ന് അതേ പ്ലാന്റിൻ്റെ മറ്റൊരു ഫ്ലവറിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജീറ്റ്നോഗമിയാണ്. അപ്പോൾ യൂണിസെക്ഷുവാലിറ്റി ഉണ്ടായാലുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോഗമി പ്രിവെൻറ്റ് ചെയ്യും, പക്ഷേ ജീറ്റ്നോഗമിന് അത് പ്രിവെൻറ്റ് ചെയ്യില്ല. കാരണം ഒരു പ്ലാന്റിൽ തന്നെ എന്ത് വരാം? മെയിൽ ഫ്ലവർ ഒരു ഭാഗത്തും ഫീമെയിൽ ഫ്ലവർ വേറെ ഭാഗത്തും വരാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ബൈസെക്ഷൽ ആയുള്ള പ്ലാന്റ്സിന് മാത്രമേ ഓട്ടോഗമി കാണിക്കാൻ പറ്റൂ. യൂണിസെക്ഷൽ ആയ അയാൾക്ക് ഓട്ടോഗമി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ യൂണിസെക്ഷുവാലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അത് ആദ്യം പ്രിവെൻറ്റ് ചെയ്യുക ഓട്ടോഗമിനെയാണ്. പക്ഷേ അത് ജീറ്റ്നോഗമിനെയും പ്രിവെൻറ്റ് ചെയ്യില്ല, സീനോഗമിനെയും പ്രിവെൻറ്റ് ചെയ്യില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഓപ്ഷൻ 2 ഈസ് അവർ ആൻസർ. 8ാമത്തെ ചോദ്യം നോക്കടാ. വിച്ച് ഓഫ് ദ എമംഗ് ദ ഫോളോയിങ് വാൾ ഓഫ് മൈക്രോസ്പൊറാഞ്ച നറിഷ് ദ ഡെവലപ്പിംഗ് വോളംഗ്രെയിൻ. ഡെവലപ്പിംഗ് വോളംഗ്രെയിനെ നറിഷ് ചെയ്യുന്ന വോൾ ഏതാണെന്ന് ചോദിച്ചാൽ ടപ്പീറ്റമാണ്. അപ്പോൾ നമുക്ക് പറയാം, ഈ പോളംഗ്രെയിൻ നമുക്ക് നോക്കാം. മൈക്രോസ്പൊറാഞ്ചിയത്തിന് ഏകദേശം സ്ഫെറിക്കൽ ആയിട്ടുള്ള ഷേപ്പാണ്, അല്ലെങ്കിൽ സർക്കുലാർ ഇൻ അറേഞ്ച്മെൻറ്റ് നമുക്കറിയാം. അതിന് 4 ലെയേഴ്സാണ് ഉള്ളത്. ഏറ്റവും പുറമെയാണ് എപ്പിഡർമിസ്, അതിൻ്റെ ഉള്ളിലാണ് എൻഡോതീഷ്യം, അതിൻ്റെ ഉള്ളിൽ ഒരു ലെയേഴ്സ് ഉണ്ടാകും, എൻഡോതീഷ്യം കഴിഞ്ഞാൽ മിഡിൽ ലെയേഴ്സ്, ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറാണ് ടപ്പീറ്റം. അതിൻ്റെ കേന്ദ്രഭാഗത്ത് ഒരു കൂട്ടം സെല്ലുകൾ ഉണ്ടാകും, അതിനെ വിളിക്കുന്ന പേരാണ് സ്പോറോജനസ് ടിഷ്യൂ. അപ്പോൾ ഏറ്റവും പുറമേ ഉള്ളതാണ് എപ്പിഡർമിസ്, അതിൻ്റെ ഉള്ളിലുള്ളതാണ് എൻഡോതീഷ്യം, അതിൻ്റെ ഉള്ളിലുള്ള ലെയേഴ്സാണ് മിഡിൽ ലെയേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറാണ് ടപ്പീറ്റം.
ടപ്പീറ്റം കഴിഞ്ഞാൽ സെൻട്രലിലുള്ള ഒരു കൂട്ടം സെല്ലുകളാണ് എന്തെന്ന് പറയുന്നത് സ്പോറോജീനസ് ടിഷ്യൂ. അതിനാണ് പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുക. അവർക്ക് ആവശ്യമായ ഡെവലപ്മെൻറ്റ് കൊടുക്കുക ഈ ടിഷ്യൂ ആണ്. അതുകൊണ്ട് ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസിനെ നറിഷ് ചെയ്യുന്നത് ടപ്പീറ്റമാണ്. ടപ്പീറ്റം നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. ടപ്പീറ്റത്തിൻ്റെ സെല്ലുകൾ ജനറലി മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ് നിങ്ങൾക്കറിയാം, അറിയാലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കണം. ഹൗ മെനി മിയോട്ടിക് ഡിവിഷൻസ് ആർ നോക്കണേ. ഹൗ മെനി മിയോട്ടിക് ഡിവിഷൻസ് ആർ റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് 200 ഫങ്ഷണൽ മെഗാസ്പോർ എന്നാണ് ചോദിച്ചത്. ആൻസർ ഞാൻ ആദ്യം മാർക്ക് ചെയ്യാം 200. ഇത് കുറേ പേര് തെറ്റിപ്പോയില്ലേ? ചോദ്യം ശരിക്കും നോക്കണേ. 200 ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടാവണമെങ്കിൽ എത്ര മിയോസ് അടക്കണം എന്നാണ്. ഒട്ടുമിക്ക ആൾക്കാർ 50 എഴുതാൻ ചാൻസ് ഉള്ളത്. നോക്കണം, തെറ്റിപ്പോയാലും ശരിക്കും നോക്കണം കേട്ടോ. നമ്മൾ പറയാൻ വേണേ ഒരു മെഗാസ്പോർ മദർ സെല്ല് മിയോസിസിന് പോയി കഴിഞ്ഞാൽ, ഒരു മെഗാസ്പോർ മദർ സെല്ല് മിയോസിസിന് പോയി കഴിഞ്ഞാൽ 4 മെഗാസ്പോറുകൾ ഉണ്ടാവുന്ന കുട്ടികൾക്കറിയാലോ. ഒരു മെഗാസ്പോർ മദർ സെല്ല് മിയോസിസിന് പോയി കഴിഞ്ഞാൽ 4 മെഗാസ്പോറുകൾ ഉണ്ടാവും. അതിൽ നോക്കണേ, ആ 4 മെഗാസ്പോറുകളിൽ ഇതാണ് ആ 4 മെഗാസ്പോർ എന്ന് മക്കൾക്ക് അറിയാം. അതിൽ 3 ഡീജനറേറ്റ് ചെയ്യും. 1 മാത്രമല്ലേ ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ധാരണ കിട്ടിയോ? 1 മാത്രമേ ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു മിയോസിസ് നടന്നാൽ ഒരു ഫങ്ഷണൽ മെഗാസ്പോർ. അപ്പോൾ 200 ഫങ്ഷണൽ മെഗാസ്പോർ നടക്കണമെങ്കിൽ 200 മിയോസ് അടക്കണം. കൃത്യമായിട്ട് മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എടാ ഫങ്ഷണൽ മെഗാസ്പോറിൻ്റെ എണ്ണമല്ല ചോദിക്കണേ. നിങ്ങളോട് ചോദിച്ചു 200 മെഗാസ്പോർ ഉണ്ടാവണമെങ്കിൽ എത്ര മിയോസ് അടക്കണം എന്ന് പറഞ്ഞാൽ 50 മതി. കാരണം 50 മിയോസ് അടക്കുമ്പോൾ 50 × 4 200 മെഗാസ്പോർ കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫങ്ഷണൽ മെഗാസ്പോർ ആണ്. അപ്പോൾ ഒരു മിയോസ് നടന്നാൽ ഒരു ഫങ്ഷണൽ മെഗാസ്പോർ. അപ്പോൾ 200 മിയോസ് നടന്നാലാണ് 200 ഫങ്ഷണൽ മെഗാസ്പോർ കിട്ടുക. സോ ഓപ്ഷൻ 3 ആണ് ആൻസർ വരിക. ഞെട്ടിയിട്ടില്ലല്ലോ. 10ാമത്തെ ചോദ്യം. പോളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽ ബിക്കോസ് സ്പോറോപൊള്ളനിൻ ഓൺ എക്സൈൻ. നേരത്തെ നമ്മൾ പറഞ്ഞാണ് സ്പോറോപൊള്ളനിൻ ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ്, മോസ്റ്റ് റെസിസ്റ്റൻറ്റ് ഓർഗാനിക് മെറ്റീരിയലാണ്. അതുണ്ടായതാണ് പോളൻ ഗ്രെയിൻസിനെ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ജനറേറ്റീവ് സെൽ ഓഫ് പോളൻ ഗ്രെയിൻ ഡിവൈഡ്സ് ടു ഫോം. ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് എന്താ ഉണ്ടാവുക? 2 മെയിൽ ഗമേറ്റ്സ് ആണ് ഉണ്ടാവുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 2-3 തവണ പറഞ്ഞാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എംബ്രിയോസാക്കിൻ ആൻജിയോസ്പെം റെപ്രസെൻറ്റ്സ്. ഒരു ആൻജിയോസ്പെമിൻ്റെ എംബ്രിയോസാക്ക് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ആൻജിയോസ്പെമിൻ്റെ എംബ്രിയോസാക്ക് എന്ന് പറയുന്നത് ഫീമെയിൽ ഗമറ്റോഫൈറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. ഇനി അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. പോളൻ ഗ്രെയിൻ ആണ് എന്തെന്ന് പറയുന്നത്? മെയിൽ ഗാമറ്റോഫൈറ്റ്. ഗമേറ്റ് എന്തിൻ്റെ ഉള്ളിലാണോ ഉണ്ടാവുക അതാണ് ഗമറ്റോഫൈറ്റ്. അപ്പോൾ പോളൻ ഗ്രെയിനിൻ്റെ ഉള്ളിലല്ലേ മെയിൽ ഗമേറ്റ് ഉണ്ടാവുക, അതുകൊണ്ട് പോളൻ ഗ്രെയിൻ മെയിൽ ഗമറ്റോഫൈറ്റ് ആണ്. എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലല്ലേ ഫീമെയിൽ ഗമേറ്റ് ഉണ്ടാവുക, അപ്പോൾ ഫീമെയിൽ ഗമേറ്റ് ഉണ്ടാവുന്നതുകൊണ്ട് അതിന് നമ്മൾ ഫീമെയിൽ ഗമറ്റോഫൈറ്റ് എന്നാണ് വിളിക്കുക. പോളൻ ഗ്രെയിൻ്റെ ഉള്ളിലാണ് മെയിൽ ഗാമേറ്റ് ഉണ്ടാവുക, ഇതിൻ്റെ ഉള്ളിലാണ് എഗ് ആയിട്ടുള്ള ഫീമെയിൽ ഗമേറ്റ് ഉണ്ടാവുക. ഗാമേറ്റ് എവിടെയാണോ ഉണ്ടാവുന്നത് അതാണ് ഗമറ്റോഫൈറ്റ്. അപ്പോൾ പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ മെയിൽ ഗമേറ്റ് ഉണ്ടാവുന്നതുകൊണ്ട് പോളൻ ഗ്രെയിൻ മെയിൽ ഗമറ്റോഫൈറ്റ്. എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലാണ് ഫീമെയിൽ ഗമേറ്റ് ഉണ്ടാവുന്നതുകൊണ്ട് അത് ഫീമെയിൽ ഗമറ്റോഫൈറ്റ്. സോ ഓപ്ഷൻ 2 ആണ് ആൻസർ കിട്ടുക. റെഡിയാണോ? എങ്കിൽ അടുത്ത് നോക്കടാ. ഈ ചോദ്യം കുറേ പേര് ചെയ്ത് ഐഡിയ ഉള്ളവർക്ക് പെട്ടെന്ന് കിട്ടും, അല്ലാത്തവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. നമ്പർ ഓഫ് മിയോട്ടിക് ഡിവിഷൻസ് റിക്വയർഡ് ഫോർ പ്രൊഡ്യൂസ് 400 പി സീഡ്. 400 പി സീഡ് ഉണ്ടാവണമെങ്കിൽ എത്ര മിയോസ് എടുക്കണം? ഒറ്റയടിക്ക് ഞാൻ ആൻസർ പറയും. 3 ആണ് ആൻസർ വരിക. 500. 3 ആണ് ആൻസർ വരിക. 500. ഇനി അതെങ്ങനെ കിട്ടി നമുക്ക് നോക്കാം. നോക്കണം കേട്ടോ, ശരിക്കും നോക്കണം. അതിൻ്റെ തിയറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നിട്ടൊരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു. ഇങ്ങനെ 400 സീഡ്, 100 സീഡ്, 500 സീഡ്, ഇങ്ങനത്തെ 500 സീഡ് ഇതൊക്കെ ഉണ്ടാവണേ എത്ര മിയോസ് അടക്കണം എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പാറ്റേൺ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. 500 പി സീഡ്, 400 മറ്റേ സീഡ്, അല്ലെങ്കിൽ 200 സൺഫ്ലവർ സീഡ്, ഇങ്ങനെ ഏതെങ്കിലും സീഡുകൾ ഉണ്ടാവാൻ എത്ര മിയോസ് നടക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം പഠിക്കണം. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് 400 പി സീഡുകൾ ഉണ്ടാവുന്ന കാര്യമല്ലേ പറഞ്ഞേക്കുന്നത്. ഒരു സീഡിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? എംബ്രിയോ അല്ലേ? എംബ്രിയോ എന്ന് പറയുന്നത് സൈഗോട്ട് ഡെവലപ്പ് ചെയ്താൽ എംബ്രിയോ ആവുക. അപ്പം 400 സീഡ് ഉണ്ടാവണമെങ്കിൽ അവിടെ 400 എന്തുണ്ടാവണം? ആദ്യം സൈഗോട്ട് ഉണ്ടാവണ്ടേ? ഈ 400 സൈഗോട്ടുകളല്ലേ 400 എംബ്രിയോ ആവുക. 400 എംബ്രിയോകളല്ലേ 400 സീഡായിട്ട് മാറുക ആണ്. അപ്പം 400 പി സീഡ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ 400 സൈഗോട്ട് ഉണ്ടാവണം. ഈ 400 സൈഗോട്ട് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? 400 മെയിൽ ഗാമേറ്റും വേണം, അതുപോലെ തന്നെ 400 ഫീമെയിൽ ഗമേറ്റും വേണം. ശരിക്കും ശ്രദ്ധിക്കണേ, 400 മെയിൽ ഗമേറ്റും വേണം, 400 ഫീമെയിൽ ഗമേറ്റും വേണം. ഞാൻ പറയണത് ശരിക്കും പോയി കണ്ടോ. 400 മെയിൽ ഗമേറ്റ് ഉണ്ടാവണമെങ്കിൽ എത്ര മിയോസ് എടുക്കണം? 100 മിയോസിസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് 400 മെയിൽ ഗമേറ്റ് കിട്ടൂലേ? കാരണം എന്താ? ഒരു മൈക്രോസ്പോർ മദർ സെല്ലിന് മിയോസിസ് സംഭവിച്ചു കഴിഞ്ഞാൽ 4 മൈക്രോസ്പോർ ഉണ്ടാവും. ആ 4 മൈക്രോസ്പോറും ഫങ്ഷണലാണ്. കണ്ടോ? 4 മൈക്രോസ്പോറും ഫങ്ഷണൽ, ആരും ഡീജനറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ 100 മെഗാസ്പോർ മദർ സെൽ ഉണ്ടെങ്കിൽ 100 പേർക്ക് മിയോസ് നടന്നാൽ 400 മെയിൽ ഗമേറ്റ് അവിടെ കിട്ടി. ഇനി 400 ഫീമെയിൽ ഗമേറ്റ് ഒരു മിയോസിസ് നടന്നാൽ ഒരു മെഗാസ്പോറല്ലേ ഫങ്ഷണൽ ആവുള്ളൂ. ആ മെഗാസ്പോറല്ലേ എംബ്രിയോസാക്ക് ആവുക, അതിൻ്റെ ഉള്ളിലല്ലേ ഒരു എഗ് ഉണ്ടാവുള്ളൂ. അപ്പം 400 ഫീമെയിൽ ഗമേറ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? 400 മിയോസ് നടക്കണം.
നോക്കിക്കോണേ, എടാ ഒരു മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് സംഭവിച്ചാൽ ഒരു ഫങ്ഷണൽ മെഗാസ്പോറേ ഉണ്ടാവുള്ളൂ. ഈ ഫങ്ഷണൽ മെഗാസ്പോറാണ് എംബ്രിയോസാക്കായിട്ട് മാറുക. ആ എംബ്രിയോസാക്കിൻ്റെ ഉള്ളിൽ ഒരു എഗ്ഗേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു എഗ്ഗ് ഉണ്ടാവണമെങ്കിൽ ഒരു മിയോസ്. അപ്പോൾ 400 എഗ്ഗ് ഉണ്ടാവണമെങ്കിൽ 400 മിയോസ്. അപ്പം ഇനി നോക്കിക്കേ, 400 മെയിൽ ഗമേറ്റും 400 ഫീമെയിൽ ഗമേറ്റും കൂടി ചേർന്നാൽ 400 സൈഗോട്ട്, 400 സൈഗോട്ട് കൂടി ചേർന്നാൽ 400 എംബ്രിയോ, ആ 400 എംബ്രിയോ 400 സീഡാവും. അപ്പോൾ മൊത്തം എത്ര മിയോസ് എടുക്കണം? 400 മെയിൽ ഗമേറ്റ് ഉണ്ടാവാൻ 100 മിയോസ്, 400 ഫീമെയിൽ ഗമേറ്റ് ഉണ്ടാവാൻ 400 മിയോസ്, അങ്ങനെ മൊത്തം 500 മിയോസാണ് നടക്കേണ്ടത്. ഇനി ഞാനിത് അതിൻ്റെ എക്സാക്റ്റ് തിയറമാണ് പറഞ്ഞത്. ഇനി ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എത്ര 400 സീഡ്, 300 സീഡ്, 500 സീഡ്, ഇത്ര സീഡൊക്കെ ഉണ്ടാവാൻ എത്ര മിയോസ് അടക്കണം ചോദിച്ചാൽ എത്രയാണോ ആ നമ്പർ നോക്കുക, 400. ആ 400ൻ്റെ 1/4 കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. 400ൻ്റെ x + x/4 എന്ന് പഠിച്ചാൽ മതി. 400ൻ്റെ 1/4 എത്രയാണ്? 100. അപ്പോൾ 400 + 100 500. എല്ലാവർക്കും കിട്ടിയോ? x + x/4 എല്ലാവരും പഠിച്ചാൽ മതി. മനസ്സിലായോ? x + x/4 പഠിച്ചാൽ കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ, 100 പി സീഡ് ഉണ്ടാവണേ എത്ര മിയോസ് അടക്കണം? അപ്പോൾ x + x/4 100 + 25, x/4 എന്ന് പറഞ്ഞാൽ 100ൻ്റെ 4, 100/4 എന്ന് പറഞ്ഞാൽ 25ആണ്. അപ്പോൾ 125 മിയോസ് നടന്നാൽ മതി. ആ ഒരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എത്ര പി സീഡ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ നമ്പർ പ്ലസ് അതിൻ്റെ 1/4 കൊണ്ട് പ്ലസ് ചെയ്താൽ മതി. ഇൻറ്റു ചെയ്തേ പ്ലസ് ചെയ്താൽ നമ്പർ കിട്ടും. ഇത്ര മിയോസിൻ്റെ എണ്ണം കിട്ടും. സോ അപ്പോൾ യു ഗെറ്റ്. ഞാൻ അടുത്ത് നോക്കടാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഹാവ് ഹാപ്ലോയിഡ് സ്ട്രക്ചർ? താഴെ തന്നിട്ടുള്ളവയിൽ ആർക്കൊക്കെയാണ് ഹാപ്ലോയിഡ് സ്ട്രക്ചർ ഉള്ളത്? ആൻറ്റിബോഡിൽ ഹാപ്ലോയിഡ് ആണ്, പക്ഷേ എൻഡോസ്പേം ട്രിപ്ലോയിഡ് ആണ്, അത് ഹാപ്ലോയിഡ് അല്ല. സൈനർജിഡ് ഹാപ്ലോയിഡ് ആണ്, എക്സൽ ഹാപ്ലോയിഡ് ആണ്. എക്സൽ ഹാപ്ലോയിഡ് ആണ്, ആൻറ്റിബോഡിൽ ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ഒക്കെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള 2 പേരേ ഉള്ളൂ. അത് ബോത്ത് 2 and 3 എന്നുള്ള ഓപ്ഷൻ കിട്ടും. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻജിയോസ്പേമിൻ്റെ പോളൻ ട്യൂബ് ലിബറേറ്റ് ദെയർ മെയിൽ ഗമേറ്റ്. പോളൻ ട്യൂബ് അവരുടെ മെയിൽ ഗമേറ്റിനെ ലിബറേറ്റ് ചെയ്യുക എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സൈനർജിഡിലേക്കാണ്. അപ്പോൾ മക്കൾക്ക് ഒരു എംബ്രിയോസാക്കിൻ്റെ ചിത്രം ഓർമ്മ വേണം. ഒരു എംബ്രിയോസാക്കിൻ്റെ ചിത്രം നിങ്ങൾക്ക് ഓർമ്മ വേണം. നേരത്തെ വരച്ചത് ചലാസൽ എൻഡിൽ 3 സെല്ലുകളുണ്ട്. അതാരൊക്കെയാണ്? ആൻറ്റിബോഡിൽസ്. ഈ ഭാഗത്ത് 2 ആൾക്കാരുണ്ട്. അതാരാ? സൈനർജിഡ്. ഈ ഭാഗത്ത് ഒരാളുണ്ട്, അതാണ് എഗ്ഗ്. ഇതാണ് 2 പോളാർ ന്യൂക്ലിയൈ. നമ്മൾ പറയാം ഈ സൈനർജിഡിൻ്റെ ഈ ഭാഗത്ത് ഒരു സെല്ലുലാർ തിക്നെസ് കാണാം. അതിനെ പറയുന്ന പേരാണ് ഫിലിഫോം അപ്പാരറ്റസ്. പോളൻ ഗ്രെയിൻ എന്തായിട്ട് മാറും? ഒരു ട്യൂബായിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ടേക്കാണ് പോളൻ ഗ്രെയിൻ ഒരു ട്യൂബായിട്ട് വരിക. ആ പോളൻ ട്യൂബിൽ എന്തുണ്ടാവും? 2 മെയിൽ ഗ്യാമേറ്റുകൾ ഉണ്ടാവും. ആ 2 മെയിൽ ഗ്യാമേറ്റുകളുടെ കൂടെ വെജിറ്റേറ്റീവ് സെല്ലും കൂടി വരുന്നുണ്ടാവും. എന്നിട്ട് ഈ 2 മെയിൽ ഗ്യാമേറ്റ്സിന് എൻറ്റയർ കണ്ടന്റ് ഓഫ് പോളൻ ട്യൂബ് റിലീസസ് ഇൻ ടു എനി വൺ ഓഫ് ദ സൈനർജിഡ്. 2 സൈനർജിഡിലേക്കും പോളൻ ട്യൂബ് കയറില്ല. പോളൻ ട്യൂബ് എൻറ്റേഴ്സ് ഇൻ ടു എനി വൺ ഓഫ് ദ സൈനർജിഡ്. അത് അങ്ങനെ തന്നെ പഠിക്കണേ. ഒരു സൈനർജിഡിലേക്ക് എൻറ്റയർ കണ്ടന്റിനെ റിലീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ പോളൻ ട്യൂബ് അതിൻ്റെ കണ്ടന്റ് റിലീസ് ചെയ്യുന്നത് സൈനർജിഡിലേക്കാണ്. എനി വൺ ഓഫ് ദ സൈനർജിഡ്, മാറരുത്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് ദ ഫ്യൂഷൻ ഓഫ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഫ്യൂഷൻ? 1 മെയിൽ ഗാമേറ്റ് വിത്ത് എക്സൽ ആൻഡ് അതർ മെയിൽ ഗാമേറ്റ് വിത്ത് സെക്കൻഡറി ന്യൂക്ലിയസ്. കൃത്യമായിട്ട് മനസ്സിലായി. സോ ഓപ്ഷൻ 1 ആണ് ആൻസർ. ഇതിൻ്റെ ആൻസർ ഞാൻ മാർക്ക് ചെയ്തില്ലേ? മാർക്ക് ചെയ്തു. ഓപ്ഷൻ 1 ആണ് ആൻസർ വരിക. ഇനി എങ്ങനെ നോക്കണം? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ 2 ഫ്യൂഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഫ്യൂഷനെ പറയുന്ന പേരാണ് സിംഗമി, രണ്ടാമത്തെ ഫ്യൂഷനെ പറയുന്ന പേരാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമി എന്ന് പറഞ്ഞാൽ എന്താടാ? മെയിൽ ഗാമേറ്റ് ഫീമെയിൽ ഗാമേറ്റുമായി കൂടിച്ചേർന്ന് സൈഗോട്ട് ഉണ്ടാവുന്ന പ്രക്രിയ. എന്നാൽ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മെയിൽ ഗാമേറ്റ് സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് കൂടിച്ചേർന്ന് പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ് ഉണ്ടാവുക. അപ്പോൾ കുട്ടി ചോദിക്കും എന്താണ് സെക്കൻഡറി ന്യൂക്ലിയസ്? നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. എന്താ? 2 പോളാർ ന്യൂക്ലിയകൾ കൂടിച്ചേർന്ന് ഒരൊറ്റ ന്യൂക്ലിയസ് ആകുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ന്യൂക്ലിയസ്. ഇനി നോക്കിക്കോണേ, ഇവിടെ മെയിൽ ഗാമേറ്റ് N, ഫീമെയിൽ ഗാമേറ്റ് N, അതുകൊണ്ട് സൈഗോട്ട് 2N. മെയിൽ ഗാമേറ്റ് N, സെക്കൻഡറി ന്യൂക്ലിയസ് 2N, അതുകൊണ്ട് പെൻ 3N. ഫെർട്ടിലൈസേഷന് ശേഷം സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും, പെന്ന് എൻഡോസ്പേം ആയിട്ട് മാറും. അതുകൊണ്ടാണ് ആൻജിയോസ്പേമിന് എൻഡോസ്പേം ട്രിപ്ലോയിഡ എന്ന് പറയുന്നത്. ഈ 2 ഫ്യൂഷനെയും കൂട്ടി വിളിക്കുന്ന പേരാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ നോക്കിയേ, കറക്റ്റ് അല്ലേ? 1 മെയിൽ ഗാമേറ്റ് വിത്ത് എക്സൽ ആൻഡ് അതർ മെയിൽ ഗാമേറ്റ് വിത്ത് സെക്കൻഡറി ന്യൂക്ലിയസ്. കറക്റ്റാണ്. ഓപ്ഷൻ 1 ആണ് ആൻസർ കിട്ടുക. കോട്ടിലിഡൻ ഓഫ് മെയ്സ് ഗ്രെയിൻ ഈസ് കാൾഡ്. മെയ്സ് ഗ്രെയിൻ എന്ന് പറയുന്നത്, മെയ്സ് എന്ന് പറയുന്നത് ഒരു മോണോക്കോട്ടാണ്. മോണോക്കോട്ടിൽ ഒരു ലാർജ് ഷീൽഡ് ഷേപ്പ്ഡ് കോട്ടിലിഡൻ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് സ്ക്യൂട്ടല്ലം. സ്ക്യൂട്ടല്ലം എന്നാണ് വിളിക്കുക, സ്ക്യൂട്ടല്ലം. അപ്പോൾ മെയ്സ് ഗ്രെയിൻ്റെ കോട്ടിലിഡനെ പറയുന്ന പേരാണ് സ്ക്യൂട്ടല്ലം. എംബ്രിയോയിൽ ഉണ്ടാവുന്ന ഒരു സ്വള്ളൻ സ്ട്രക്ചറാണ് കോട്ടിലിഡൻ. അത് മോണോക്കോട്ടിൽ 1 ഉണ്ടാവുക, ഡൈക്കോട്ടിൽ 2 ഉണ്ടാവും. ഓക്കെ ആണോ? ഇനി കോളിയോപ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എംബ്രിയോണൽ ആക്സിസ് നിന്ന് ഷൂട്ട് സിസ്റ്റം എറൈസ് ചെയ്യുന്ന ഭാഗത്തെ വിളിക്കുന്നവരാണ് പ്ലെമ്യൂൾ എന്നാണ് വിളിക്കുക. കോളിയോപ്റ്റൈൽ അല്ല, പ്ലെമ്യൂൾ എന്നാണ് വിളിക്കുക. റൂട്ട് സിസ്റ്റം എറൈസ് ചെയ്യുന്ന ഭാഗത്തെ വിളിക്കുന്നവരാണ് റാഡിക്കൽ എന്നാണ് വിളിക്കുക. കിട്ടിയോ? ഇനി പ്ലെമ്യൂളിനെ കവർ ചെയ്ത് കാണപ്പെടുന്നതാണ് കോളിയോപ്റ്റൈൽ, റാഡിക്കലിനെ കവർ ചെയ്ത് കാണുന്നതാണ് കോളിയോറൈസ. അതൊക്കെ മക്കൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു.
ദ കോക്കനട്ട് വാട്ടർ ഫ്രം ടെൻഡർ കോക്കനട്ട് റെപ്രസെൻറ്റ്സ് ടെൻഡർ കോക്കനട്ടിൽ അത് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ നോക്കിക്കോണേ, എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് പ്രധാനമായിട്ടും 2 തരത്തിലാണ്. കേട്ട് ഓർമ്മ നിങ്ങൾക്ക് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് പ്രധാനമായിട്ടും 2 തരത്തിലാണ്. ഒന്നാമതാണ് ഫ്രീ ന്യൂക്ലിയർ, രണ്ടാമത്തതാണ് സെല്ലുലാർ. മക്കൾ പഠിച്ചില്ലേ? ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ഉണ്ട്, സെല്ലുലാർ എൻഡോസ്പേം ഉണ്ട്. ആദ്യം എന്താ സംഭവിക്കുക? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ലേ? ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് സെൻട്രൽ സെല്ല്, എൻഡോസ്പേം ഡെവലപ്മെൻറ്റിൻ്റെ മുന്നേ സെൻട്രൽ സെല്ല്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? സെൻട്രൽ സെല്ല് ചേഞ്ച് ചെയ്തിട്ട് എന്തായിട്ട് മാറും? പ്രൈമറി എൻഡോസ്പേം സെല്ലായിട്ട് മാറും. അപ്പോൾ ആ പ്രൈമറി എൻഡോസ്പേം സെല്ലിൻ്റെ ന്യൂക്ലിയസിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. എംബ്രിയോസാക്കിൻ്റെ കേന്ദ്ര ഭാഗത്തൊരു സെല്ലില്ലേ, സെൻട്രൽ സെല്ല്, ഇതല്ലേ പോളാർ ന്യൂക്ലിയൈ. ഈ സെൻട്രൽ സെല്ല് ചേഞ്ച് ചെയ്തിട്ട് പ്രൈമറി എൻഡോസ്പേം സെല്ലായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ന്യൂക്ലിയസ് ആണ് എന്തെന്ന് പറയുന്നത്? പോളാർ ന്യൂക്ലിയസ്, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇനി പ്രൈമറി എൻഡോസ്പേം സെല്ല് അങ്ങനെ തന്നെ ഇരിക്കും. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു സെല്ലും കുറേ ന്യൂക്ലിയസും, അപ്പോൾ അതിൽ കുറേ ഫ്രീ ന്യൂക്ലിയർ ഉണ്ടാവില്ലേ? എൻഡോസ്പേമിൻ്റെ ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേജ് അതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ ന്യൂക്ലിയർ. Nucleus undergo repeated mitotic division and endosperm become many nuclei. So this is known as free nuclear. കുറച്ച് കഴിയുമ്പോൾ എന്താ പറ്റുക? ഈ ന്യൂക്ലിയസുകളൊക്കെ സെൽവാളിൻ്റെ കൂടി ചേർന്ന് സെല്ലായിട്ട് ഇങ്ങനെ കയറി ചെല്ലും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സെല്ലുലാർ എൻഡോസ്പേം. അപ്പോൾ നമുക്ക് പറയാം ടെൻഡർ കോക്കനട്ട് വാട്ടറിലെ വാട്ടറി റീജിയൻ എന്ന് പറയുന്നത് ഫ്രീ ന്യൂക്ലിയർ ആണ്. കുറച്ച് കഴിഞ്ഞിട്ട് ആ ഫ്രീ ന്യൂക്ലിയസിൻ്റെ ആ വെള്ളത്തിലുള്ള ന്യൂക്ലിയസുകളൊക്കെ ഇങ്ങനെ കാമ്പിലേക്ക് ചെല്ലുമ്പോഴാണ് അതിന് കാമ്പ് കൂടി വെള്ളം കുറയും. അപ്പോഴതിനെ വിളിക്കുന്ന പേരാണ് സെല്ലുലാർ എൻഡോസ്പേം. തേങ്ങയുടെ നമ്മൾ ചുരണ്ടി എടുത്ത് തിന്നണം, അതിന് എൻഡോസ്പേം ആണ്. മമ്മി തേങ്ങ ചുരണ്ടുമ്പോൾ പറയണം, നോ മമ്മി, അതതിൻ്റെ എംബ്രിയോക്ക് കഴിക്കാൻ, അതിൻ്റെ കുഞ്ഞിന് കഴിക്കാനുള്ള ഫുഡാണ് നിങ്ങൾ ചുരണ്ടെടുത്ത് തിന്നുന്നത്. ഹൗ ക്രൂവൽ യു ആർ. നോക്കണേ 19. പേഴ്സിസ്റ്റൻ്റ് ന്യൂസെല്ലസ് ഈസ് കാൾഡ്. പേഴ്സിസ്റ്റൻ്റ് ന്യൂസെല്ലസിനെ നമ്മൾ വിളിക്കുന്ന പേരാടാ പെരീസ്പേം എന്നല്ലേ വിളിക്കുക, പെരീസ്പേം. ന്യൂസെല്ലസ് ചില ടിഷ്യൂസിൽ, ചില എംബ്രിയോകളിൽ ന്യൂസെല്ലസ് കംപ്ലീറ്റ് ഉപയോഗിച്ച് തീരാതെ അവിടെ എന്തുണ്ടാവും? ന്യൂസെല്ലസ് കുറച്ച് എംബ്രിയോയിൽ കാണപ്പെടും. അങ്ങനെ ന്യൂസെല്ലസ് ബാക്കി ഉണ്ടെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് പെരീസ്പേം എന്ന് വിളിക്കുക. ന്യൂട്രീഷ്യസ് ടിഷ്യൂ ഫോർ എംബ്രിയോ ആണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. പൈറിനോയിഡ് എവിടെയോ കേട്ടിട്ടുണ്ടോ? പൈറിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സ്റ്റോറിങ് ഓർഗനൽസ് ഇൻ ക്ലോറോഫൈസേ. ക്ലോറോഫൈസയിൽ കാണപ്പെടുന്ന ഫുഡ് സ്റ്റോറിങ് ഓർഗനൽസിനെ പറയുന്ന പേരാണ് പൈറിനോയിഡ്സ് എന്നാണ് വിളിക്കുക. എപ്പിബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോകോട്ടിഡൻ എംബ്രിയോൻ്റെ മുൻവശത്തായിട്ട് കാണപ്പെടുന്ന ഒരു അൺഡിഫറൻഷ്യേറ്റഡ് ടിഷ്യൂവിനെ പറയുന്ന പേരാണ് എപ്പിബ്ലാസ്റ്റ്. അയാളെ വിളിക്കുന്ന വേറെ പേരാണ് സെക്കൻഡറി കോട്ടിലിഡൺ എന്നുകൂടി വിളിക്കാറുണ്ട്. അപ്പോൾ ആൻസർ C 3 വരിക. ഇനി നോക്കിക്കോണേ 20ാമത്തെ ചോദ്യം. പോളി എംബ്രിയോണി കോമൺലി ഒക്കേഴ്സ് ഇൻ. പോളി എംബ്രിയോണി സാധാരണ നടക്കാറുള്ള സിട്രസിലും അതേ കൂടെ മാംഗോയിലും. മാംഗോ ആൻഡ് സിട്രസ് ആണ് NCERT എക്സാമ്പിൾ പറയുന്നത്. ഓപ്ഷൻ 3 ആൻസർ കിട്ടുക. അപ്പോൾ എന്താണ് പോളി എംബ്രിയോണി നിങ്ങൾക്ക് നോക്കാം. എംബ്രിയോണി നോക്കിക്കോണേ, പോളി എംബ്രിയോണി ഇതാണ് എന്തെന്ന് പറയുന്നത്? എംബ്രിയോസാക്ക് എന്ന് പറയുന്നത്. നോക്കിക്കോണേ, എംബ്രിയോസാക്ക് എന്ന് പറയുന്നത്. എംബ്രിയോസാക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ന്യൂസെല്ലാർ സെല്ലുകളിൽ നിന്നല്ലടാ. ന്യൂസെല്ലാർ സെല്ലിൽ നിന്ന് സിംഗിൾ സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വന്നിട്ട് അത് മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറും. അയാൾ മിയോസിസിന് പോകും. 4 മെഗാസ്പോർ ഉണ്ടായാലും 3 ഡീജനറേറ്റ് ചെയ്യുമ്പോൾ ഒരാൾ ഫംഗ്ഷനിലാവും. ആ ഫംഗ്ഷനിലായുള്ള ആളല്ലേ എംബ്രിയോസാക്കായി മാറുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എംബ്രിയോസാക്ക് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ എക്സെൽ ഇരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം എക്സെൽ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ നോക്കണേ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ, ഈ പുറത്ത് ചുറ്റും ന്യൂസെല്ലാർ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ 2N ആയിട്ടുള്ള ന്യൂസെല്ലാർ സെല്ലുകളാണ്. ആ ന്യൂസെല്ലാർ സെല്ലുകൾ ആർ പ്രൊട്രൂഡ് ഇൻ ടു ദ എംബ്രിയോസാക്ക്. എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലേക്ക് തുളച്ച് കയറും, ഉന്തി അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ട് ന്യൂസെല്ലാർ സെല്ലുകൾ, ഡിപ്ലോയിഡ് സെല്ലുകൾ എംബ്രിയോസാക്കിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഓരോ ന്യൂസെല്ലാർ സെല്ലും സ്വയം എംബ്രിയോ ആയിട്ട് മാറും. അപ്പോൾ 4 ന്യൂസെല്ലാർ സെല്ല് എംബ്രിയോസാക്കിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ആ 4 ന്യൂസെല്ലാർ സെല്ല് 4 എംബ്രിയോ ആയിട്ട് മാറും. ആ എംബ്രിയോ ആയിട്ട് മാറിയിട്ട് അവസാനം ഇതൊരു സീഡായി മാറുമ്പോൾ ആ സീഡിൻ്റെ ഉള്ളിൽ 4 എംബ്രിയോ, 4 പ്ലാന്റ് ജനിച്ചു വരും. അങ്ങനെ ഒരു സീഡിൻ്റെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ കാണുന്നതിനെ പറയുന്ന പേരല്ലേ പോളി എംബ്രിയോണി പ്രസൻസ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ ഇൻ എ സീഡ്. അപ്പോൾ എത്ര എംബ്രിയോ ഉണ്ടോ അത്ര പ്ലാന്റാണ് പുറത്തേക്ക് വരിക. പോളി എംബ്രിയോണി കാണിക്കുന്ന ആളാണ് സിട്രസും മാംഗോ. മാറിപ്പോരുത് കേട്ടോ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് പ്ലാസ്മിഡ്. പ്ലാസ്മിഡിൻ്റെ പ്രത്യേകത അല്ലാത്തത് ഏത്? സിമ്പിളാണ്, നമുക്കറിയാം. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? ബാക്ടീരിയൽ സെല്ലുകളിൽ അവിടെ ക്രോമസോമൽ DNA കൂടാതെ അഡീഷണൽ ആയിട്ടൊരു DNA കാണും. അതിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മിഡ്. പ്ലാസ്മിഡിൻ്റെ പ്രത്യേകത കണ്ടോ, ഇത് സർക്കുലർ DNA ആണ്, അത് പറയാൻ പറ്റും. ഇൻഡിപെൻഡൻറ്റ് റെപ്ലിക്കേഷൻ, അയാൾക്ക് സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് ട്രാൻസ്ഫറബിൾ ആണ്, അതൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ അത് സിംഗിൾ സ്റ്റാൻഡേർഡ് അല്ല, അത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. സോ പ്ലാസ്മിഡിനെ കുറിച്ച് പറയാൻ പറ്റാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ആണ് ആൻസർ വരിക. എങ്കിൽ അടുത്ത് നോക്കണം. DNA precipitation out of a mixture of biomolecule can be achieved by treating with. നമ്മൾ DNA സെപ്പറേറ്റ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാടാ? ജെൽ ഇലക്ട്രോഫോറസിസ് വെച്ചിട്ടല്ലേ DNA സെപ്പറേറ്റ് ചെയ്യുന്നത്.
DNA ജെൽ ഇലക്ട്രോഫോറസിസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും? എലൂഷൻ വെച്ച് ഐസൊലേറ്റ് ചെയ്യും. അത് നമ്മൾ ചെയ്യുന്നത് പീസ് ഓഫ് DNA അല്ലേ, DNA കഷ്ണങ്ങളല്ലേ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. എന്നാൽ ഒരു ഫുള്ളി DNA നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സെല്ല് ഓപ്പൺ ചെയ്യണം, എന്നിട്ട് മാക്രോ മോളിക്യൂളിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ ആ സെല്ലിൻ്റെ ഉള്ളിൽ ഫൈൻ ത്രെഡ് ഓഫ് DNA ഉണ്ടാവില്ലേ, ആ ഫൈൻ ത്രെഡ് ഓഫ് DNA നമ്മൾ എവിടെ കൊണ്ടുപോയിടും? ചിൽഡ് എഥനോളിൽ കൊണ്ടുപോയിടും. എന്തിനു വേണ്ടിയിട്ട്? പ്രസപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒരു DNA പ്രസപ്പിറ്റ് ചെയ്യാനായിട്ട് എന്താണ് ആഡ് ചെയ്യേണ്ടത്? ചിൽഡ് എഥനോളാണ് ആഡ് ചെയ്യേണ്ടത്. എന്നാൽ ജെൽ ഇലക്ട്രോഫോറസിസിൽ DNA കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യും? എത്തിഡിയം ബ്രോമൈഡ് ആഡ് ചെയ്തിട്ട് UV റേഡിയേഷൻ അടിക്കും. അപ്പോൾ ബ്രൈറ്റ് ഓറഞ്ച് കളർ DNA ഫ്രാഗ്മെൻറ്റ്സ് കാണാൻ പറ്റും. നിങ്ങൾ അടുത്ത് നോക്കടാ, ദ സീക്വൻസ് ദാറ്റ് കൺട്രോൾസ് എ കോപ്പി നമ്പർ ഓഫ് ലിങ്ക് DNA ഇൻ എ വെക്ടർ. അതിനെ പറയുന്ന പേരാണ് ഒറീസൈറ്റ്. അപ്പോൾ ഒരു വെക്ടറിന് പ്രധാനമായിട്ട് 3 ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കുക. ഒന്ന്, വെക്ടർ റെപ്ലിക്കേഷൻ തുടങ്ങുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അതാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഇനി അതിൽ എന്തുണ്ടായിരിക്കും? സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനുകൾ ഉണ്ടാവും. പിന്നെ വെക്ടറിൽ ക്ലോണിങ് സൈറ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ റെക്കഗ്നീഷൻ സൈറ്റുകളും ഉണ്ടാവും. കിട്ടിയോ? അപ്പോൾ റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, റെപ്ലിക്കേഷനും കോപ്പി നമ്പറൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഒറീസൈറ്റ് ആണ്, നമുക്കറിയാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ PCR. PCRലെ സിമ്പിളായിട്ടുള്ള ചോദ്യം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ PCRലെ ഫസ്റ്റ് സ്റ്റെപ്പിന് എന്താ പറയുക? ഡീനാച്ചുറേഷൻ എന്നാണ് പറയുക. PCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇറ്റ് ഈസ് ദ ആംപ്ലിഫിക്കേഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ പീസ് ഓഫ് DNA ബൈ യൂസിങ് 2 സെറ്റ്സ് ഓഫ് പ്രൈമേഴ്സ് ആൻഡ് എ ടാക്ക് പോളിമറൈസ് എൻസൈം. 2 സെറ്റ് പ്രൈമറും അതുപോലെ തന്നെ ഒരു ടാക്ക് പോളിമറൈസ് എൻസൈം ഉപയോഗിച്ച് ഒരു പീസ് ഓഫ് DNA കുറേ കോപ്പി ഉണ്ടാക്കുന്നതിനെ പറയുന്ന പേരല്ലേ DNA ആംപ്ലിഫിക്കേഷൻ അഥവാ PCR എന്ന് പറയാം. PCRൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും അറിയാം, ഡീനാച്ചുറേഷൻ ആണ്. രണ്ടാമത്തെ നമ്മൾ പറയുന്ന പേരാണ് അനീലിംഗ് എന്നാണ് പറയുക. മൂന്നാമത്തെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്റ്റൻഷൻ. നാലാമത്തെ ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് ടെക്സ്റ്റിലില്ലെങ്കിലും അങ്ങനെ പറയാൻ പറ്റുന്നതാണ് ആംപ്ലിഫിക്കേഷൻ. ഡീനാച്ചുറേഷൻ നമ്മൾ ചെയ്യുന്നത് എബവ് 90 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ്. അനീലിംഗ് നമ്മൾ 40 to 60 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറാണ് ഉപയോഗിക്കുക. എക്സ്റ്റൻഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് 72 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കുറേ കോപ്പി ഉണ്ടാക്കുന്നതിനെ പറയുന്ന പേരാണ് ആംപ്ലിഫിക്കേഷൻ. ആംപ്ലിഫിക്കേഷൻ ചെയ്യാൻ നമ്മൾ എത്ര സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും? 30 സൈക്കിൾസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിയർലി 1 ബില്യൺ കോപ്പീസ് ഓഫ് DNA നമുക്ക് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ഡീനാച്ചുറേഷൻ ആണ്. എല്ലാവർക്കും മനസ്സിലായി? സിമ്പിൾ ചോദ്യമായിരുന്നു. മൈക്രോസ്പോർ മദർ സെൽ എന്ന് പറയുന്നത് 2N ആണ്. അതിൽ 42 ക്രോമസോം ഉണ്ട്. അത് മിയോസിന് പോയിട്ടാണ് എന്തുണ്ടാവുക? പോളൻ ഗ്രെയിൻ ഉണ്ടാവുക. പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? N ആണ്. അപ്പോൾ മൈക്രോസ്പോർ മദർ സെല്ലിൽ 42 ക്രോമസോം ഉണ്ടെങ്കിൽ പോളൻ ഗ്രെയിനിൽ എത്ര ക്രോമസോം ഉണ്ടാവും? ഇത് 2N ആണ്, ഇത് N ആണ്, 21. കറക്റ്റ് പകുതി. സിമ്പിൾ അല്ലേ? ഞാൻ അടുത്തത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് എൻസൈംസ് ആർ യൂസ്ഡ് ടു ജോയിൻ ദ ഫോറിൻ DNA വിത്ത് വെക്ടർ DNA. ഫോറിൻ DNAയും വെക്ടർ DNAയും ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈം DNA ലിഗേസ് എൻസൈമാണ്. റെസ്ട്രിക്ഷൻ എൻസൈം DNA കട്ട് ചെയ്യാനാണ്. RNA പോളിമറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്രൈമേറ്റ്. അപ്പോൾ കിട്ടിയല്ലോ. സോ 4 ആണ് ആൻസർ വരിക. 27, ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. ഒന്നും പറയണ്ട, HindII. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം HindII ആണ്. ടുഡേ വി ഹാവ് മോർ ദാൻ 900 റെസ്ട്രിക്ഷൻ എൻസൈം ഐസൊലേറ്റഡ് ഫ്രം 230 സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ എന്നുള്ള ലൈനും കൂടി ഓർത്തിരിക്കാം. അടുത്തത്, ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഈക്വാർവൺ കട്ട് ദ DNA ബിറ്റ്വീൻ ദ ബേസ് G ആൻഡ് A ഇടയിലെല്ലാം കട്ടിങ് എടുത്ത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഈച്ച് ഈക്വാർവൺ റെക്കഗ്നൈസ് സ്പെസിഫിക് പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഇൻ DNA. പാലിൻഡ്രോമിക് സീക്വൻസ് കട്ട് ചെയ്യുക, അതും ശരിയാണ്. വെൻ കട്ട് ദ സെയിം റെസ്ട്രിക്ഷൻ എൻസൈം ദ റിസൾട്ടന്റ് DNA ഫ്രാഗ്മെന്റ്സ് ഡു നോട്ട് ഹാവ് സെയിം കൈൻഡ് ഓഫ് സ്റ്റിക്കി എൻഡ് എന്ന് പറയാൻ പറ്റില്ല. 2 DNA സെയിം RNA കൊണ്ട് കട്ട് ചെയ്താൽ 2 പേർക്കും സെയിം സ്റ്റിക്കി എൻഡാണ് കിട്ടേണ്ടത്. ഇവിടെ സെയിം സ്റ്റിക്കി എൻഡ് കിട്ടൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ തെറ്റാണ്. ഇതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾക്കറിയാം GAATTC CTTAAG. ഇയാളെ നമ്മൾ ആരെ വെച്ച് കട്ട് ചെയ്യാണ്? ഈക്വാർവൺ വെച്ച് കട്ട് ചെയ്താൽ കട്ടിംഗ് വിൽ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ G ആൻഡ് A ഓൺ ബോത്ത് സ്ട്രാൻഡ്സ്. 2 സ്ട്രാൻഡിലും G ആൻഡ് Aൻ്റെ ഇടയിലാണ് കട്ടിങ് നടക്കുക. അത് നമുക്കറിയാം. എങ്കിൽ അടുത്ത ചോദ്യം. അപ്പോൾ ആൻസർ ഞാൻ മാർക്ക് ചെയ്തു 3. ഇങ്ങനെ അടുത്ത് നോക്കടാ. അഗാരോസ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം സീവീഡ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ. അഗാരോസ് ജെൽ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ജെൽ ഇലക്ട്രോഫോറസിസിലാണ്. DNA സെപ്പറേറ്റ് ചെയ്യാൻ നമ്മളൊരു മെട്രിക്സ് എടുക്കും. ദിസ് മെട്രിക്സ് ഈസ് ഫിൽഡ് വിത്ത് എ ജെൽ വിത്ത് അഗാരോസ് ജെൽ വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം എ സീവീഡ് വിച്ച് ഈസ് എ നാച്ചുറൽ പോളിമർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. അടുത്ത ചോദ്യം നോക്കടാ. ഫോർ ട്രാൻസ്ഫോർമേഷൻ മൈക്രോ പാർട്ടികൾ കോട്ടഡ് വിത്ത് DNA ബൊമ്പാർഡഡ് വിത്ത് ജീൻ ഗൺ. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഗോൾഡ് ഓർ ടങ്സ്റ്റൺ കൊണ്ടാണ്. എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. ഗോൾഡ് ഓർ ടങ്സ്റ്റൺ കൊണ്ടല്ലേ നമ്മൾ മൈക്രോ പാർട്ടിക്കിൾസ് ഉണ്ടാക്കിയിട്ട് അതിൽ DNA കോട്ട് ചെയ്ത് ഹൈ വെലോസിറ്റിയിൽ പ്ലാന്റ് സെല്ലുമായി കൂട്ടിയിടിപ്പിക്കുന്ന അല്ലെങ്കിൽ ബൊമ്പാർഡ്മെൻറ്റ് നടത്തുന്നതിനെ പറയുന്ന പേരല്ലേ ജീൻ ഗൺ എന്നല്ലേ പറയാം? ആണ്. അപ്പോൾ ഗോൾഡ് ഓർ ടങ്സ്റ്റൺ കിട്ടി. ഇനി അടുത്തത്, വെൻ റീകോമിനൻറ്റ് DNA ഈസ് ഡയറക്ട്ലി ഇഞ്ചക്റ്റഡ് ടു ന്യൂക്ലിയസ് ഓഫ് ആനിമൽ സെൽ ദ മെത്തേഡ് ഈസ് നോൺ ആസ്. അതിനെ പറയുന്ന പേരാണ് മൈക്രോ ഇഞ്ചക്ഷൻ.
അപ്പോൾ നമുക്ക് പറയാം ഡി എൻ എനെ ഹോസ്റ്റ് ബോഡിയിലേക്ക് എത്തിക്കാനുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്ക് പറയാം ഹീറ്റ് ഷോക്കാണ്. ഹീറ്റ് ഷോക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് ബാക്ടീരിയൽ സെല്ലിലേക്കാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ബയോളിസ്റ്റിക്സ് ഓർ ജീൻ ഗണ്ണാണ്. അത് ഉപയോഗിക്കാറുള്ളത് പ്ലാന്റ് സെല്ലിലേക്കാണ്. മൈക്രോ ഇഞ്ചക്ഷൻ ഉപയോഗിക്കാറുള്ളത് ആനിമൽ സെല്ലിലേക്കാണ്. അപ്പോൾ മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഓഫ് എ DNA ഇൻറ്റു ദ ന്യൂക്ലിയസ് ഓഫ് ആനിമൽ സെൽ. ഓപ്ഷൻ 2 ആണ് ആൻസർ വരിക. ബാക്ടീരിയം സബ്ജക്റ്റഡ് ടു ഹീറ്റ് ഷോക്ക്. ഹീറ്റ് ഷോക്ക് ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 42 ഡിഗ്രി സെൽഷ്യസ് ആണ്. സിമ്പിൾ അല്ലേ? 42 ഡിഗ്രി സെൽഷ്യസിലാണ് ബാക്ടീരിയ ഹീറ്റ് ഷോക്കിന് വിധേയമാകാറുള്ളത്. ഇനി -196 ഡിഗ്രി സെൽഷ്യസിലാണ് പോളൻ ഗ്രെയിൻസിനെ പ്രിസർവ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് ക്രയോജനിക് പ്രിസർവേഷൻ. താഴ്ന്ന ഊഷ്മാവിൽ കീപ്പ് ചെയ്യുക. ഇത് പോളൻ ഗ്രെയിൻസ് പ്രിസർവ് ചെയ്യുന്നതാണ് -196 ഡിഗ്രി സെൽഷ്യസ്. ഇതിൻ്റെ ആൻസർ വരെ 42 ആണ്. ഞാൻ അടുത്ത് നോക്കണം. The colonies of recombinant bacteria appear white in contrast to blue colonies, non-recombinant bacteria, because കോളനീസ് ഓഫ് റീകോമിനൻറ്റ് ബാക്ടീരിയ വൈറ്റ് ആയിട്ട് അപ്പിയർ ചെയ്യും, ബ്ലൂ കളേർഡ് കോളനീസ് ബ്ലൂ ആയിട്ട് അപ്പിയർ ചെയ്യും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇൻസേർഷൻ ആക്ടിവേഷൻ ഓഫ് ബീറ്റ ഇലക്ട്രോസിഡേസ് ഇൻ റീകോമിനൻറ്റ് ബാക്ടീരിയ 1 പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതായിരുന്നു ഒരു പ്ലാസ്മിഡ്. ആ പ്ലാസ്മിഡിൻ്റെ ക്ലോണിങ് സൈറ്റിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു ലാക്സെറ്റ് ജീനെ, ഇതാണ് ആ ലാക്സെറ്റ് ജീന്, ഒരു ലാക്സെറ്റ് ജീനെ ഇൻസേർട്ട് ചെയ്തു. ഈ ലാക്സെറ്റ് ജീൻ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ എൻസൈമിൻ്റെ പേരാണ് ബീറ്റ ഗാലക്ടോസിഡേസ്. ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഈ ബീറ്റ ഗാലക്ടോസിഡേസിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? ലാക്ടോസ് സൊല്യൂഷനെ ഗ്ലൂക്കോസ് സൊല്യൂഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ലാക്റ്റ് എന്ന് പറഞ്ഞാൽ പാല്. അപ്പോൾ ലാക്ടോസ് സൊല്യൂഷന് വൈറ്റ് കളറാണ് ഉണ്ടാവുക, ഗ്ലൂക്കോസിന് ബ്ലൂ കളറാണ് ഉണ്ടാവുക. ലാക്ടോസ് ബ്ലൂ പാലാന്നല്ല ടൈം പറഞ്ഞത്, ലാക്റ്റ് എന്ന് പറഞ്ഞാൽ പാലുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ. ലാക്ടോസ് സൊല്യൂഷൻ വൈറ്റ് കളറാണ്, ഗ്ലൂക്കോസ് സൊല്യൂഷൻ ബ്ലൂ കളറാണ്. ഇനി ലാക്സെറ്റ് ജീനിൻ്റെ കോഡിംഗ് സീക്വൻസിലേക്ക് നിങ്ങളൊരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ലാക്സെറ്റിൻ്റെ കോഡിംഗ് സീക്വൻസിലേക്ക് ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തെന്താ പറ്റുക? ലാക്സെറ്റ് ജീൻ ഇനാക്റ്റീവ് ആവും. അപ്പോൾ ബീറ്റ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ അതിന് ലാക്ടോസിനെ ഗ്ലൂക്കോസ് ആക്കാൻ പറ്റൂല. അപ്പോൾ ഇവിടേക്ക് ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റീകോമിനൻറ്റ് DNA ആയിട്ട് മാറിയില്ലേ? അപ്പോൾ റീകോമിനൻറ്റ് DNAകൾ നമ്മൾ ലാക്ടോസിൽ ഇട്ട് കഴിഞ്ഞാൽ ഓൾക്ക് എന്തുണ്ടാവില്ല? ബീറ്റ ഗാലക്ടോസിഡേസ് ഇല്ലാത്തതുകൊണ്ട് ഒരു വൈറ്റ് കളർ തന്നെ ആക്സെപ്റ്റ് ചെയ്യും. എന്നാൽ നമ്മളൊരു DNAയിലേക്ക് ഇവിടേക്ക് ഈ ലാക്സെറ്റ് ജീൻ്റെ അവിടെ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തു നിങ്ങൾ വിചാരിക്കൂ. ഇൻസേർട്ട് ചെയ്തു, പക്ഷേ ഇൻസേർഷൻ കറക്റ്റ് ആയില്ല. അപ്പോൾ അത് സാധാ പ്ലാസ്മിഡ് ആവില്ലേ? അപ്പോൾ അവർക്ക് ലാക്സെറ്റ് ജീൻ അവിടെ ഉണ്ടാവില്ലേ? അത് ബീറ്റ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യൂലേ? അപ്പോൾ അവർ ലാക്ടോസിൽ ഇട്ട് കഴിഞ്ഞാൽ ലാക്ടോസിനെ ഗ്ലൂക്കോസ് ആകും, അവർക്ക് ബ്ലൂ കളറാണ് കിട്ടുക. അപ്പോൾ വൈറ്റ് കളർ ആവാൻ കാരണം ഇൻസേർഷൻ ആക്ടിവേഷൻ നടന്നിട്ട് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം ഇല്ലാത്തിരിക്കണോണ്ടാണ്. റീകോമിനൻറ്റ് ബാക്ടീരിയ ആവണോണ്ടാണ് അവർ വൈറ്റ് കളറും, മറ്റേത് അത് നടക്കാത്തതുകൊണ്ടാണ് അവർ ബ്ലൂ കളറായിട്ട് കാണുക. സോ ഓപ്ഷൻ 1 ആണ് ആൻസർ വരും. അടുത്ത് നോക്കടാ. ബയോളിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ സ്യൂട്ടബിൾ ഫോർ, സിമ്പിൾ അല്ലേ, ട്രാൻസ്ഫോർമേഷൻ ഇൻറ്റു എ പ്ലാന്റ് സെൽ. ഒരു പ്ലാന്റ് സെല്ലിലേക്ക് DNA ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ബയോളിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദ എബിലിറ്റി ടു ട്രാൻസ്ഫോം നോർമൽ സെൽ ഇൻ ടു ക്യാൻസറസ് സെൽ ഇൻ ആനിമൽസ് എന്നുണ്ട്. പ്ലാന്റിലാണെങ്കിൽ അത് അഗ്രോബാക്ടീരിയ ആണ്, ആനിമൽസിലാണെങ്കിൽ അത് റിട്രോവൈറസ് ആണ്. അഗ്രോബാക്ടീരിയം റിട്രോവൈറസ് ഒക്കെ പാത്തോജനിക് ആയുള്ള ജീവികളാണ്. അഗ്രോബാക്ടീരിയത്തിന് ഒരു പ്ലാന്റ് സെല്ലിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഡൈക്കോട്ട് പ്ലാന്റുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നോർമൽ പ്ലാന്റ് സെല്ലുകളെ ട്യൂമർ സെല്ലുകളാക്കി മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ ആനിമൽ സെല്ലിലേക്ക് റിട്രോവൈറസ് വന്നു കഴിഞ്ഞാൽ നോർമൽ ആനിമൽ സെല്ലുകളെ ക്യാൻസറസ് സെല്ലുകളാക്കി മാറ്റാൻ പറ്റും. എന്നാൽ അവർക്ക് ആ ക്യാൻസറസ് സെല്ലും ട്യൂമർ സെല്ലാക്കി മാറ്റാനുള്ള അഗ്രോബാക്ടീരിയത്തിൻ്റെ റിട്രോവൈറസിനെ പാത്തോജനിക് DNA റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ വെക്ടറായിട്ട് ഉപയോഗിക്കുമ്പോൾ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ആർമഡ് പാത്തോജൻ വെക്ടർ എന്നാണ് വിളിക്കുക. അങ്ങനെ പ്ലാന്റുകളിലേക്ക് ഡിസാർമഡ് വെക്ടോജൻ ബാക്ടറായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് അഗ്രോബാക്ടീരിയം. ആനിമലിലേക്ക് അത് റിട്രോവൈറസ് ആണ്. അപ്പോൾ ആനിമൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് റിട്രോവൈറസ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കണം. അസേർഷൻ. ഗ്രൗണ്ട്നട്ട് ആൻഡ് പീ ആർ നോൺ എൻഡോസ്പെർമിക് സീഡ്സ്. ഉറപ്പാണ്, ഗ്രൗണ്ട്നട്ടും പീയും നോൺ എൻഡോസ്പെർമിക് ആണ്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രൗണ്ട്നട്ട് ആൻഡ് പീ കൺസ്യൂം എൻഡോസ്പേം കംപ്ലീറ്റ്ലി ഡ്യൂറിങ് ദർ എംബ്രിയോ ഡെവലപ്മെൻറ്റ്. എംബ്രിയോ ഡെവലപ്മെൻറ്റ് സമയത്ത് അവരുടെ എൻഡോസ്പേം കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവർ നോൺ എൻഡോസ്പെർമിക് എന്ന് പറയാൻ കാരണം. അസേർഷനും റീസണും കറക്റ്റാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. സോ ഓപ്ഷൻ 1 ഈസ് അവർ ആൻസർ. എങ്കിൽ അടുത്ത് നോക്കണം. എൻസൈം കാറ്റലൈസിങ് ദ റിമൂവൽ ഓഫ് ന്യൂക്ലിയോടൈഡ് ഫ്രം ദ എൻഡ് ഓഫ് എ DNA. ഒരു DNAയുടെ എൻഡിൽ നിന്ന് ന്യൂക്ലിയോടൈഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സോന്യൂക്ലിയസ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് പറയാം ന്യൂക്ലിയൈസസ് എന്ന് പറയുന്ന എൻസൈമുകൾ 2 തരത്തിലുണ്ട്. മക്കളെല്ലാവരും പഠിച്ചാണ്. ന്യൂക്ലിയസസ് 2 തരത്തിലുണ്ട്. എക്സോന്യൂക്ലിയസസും ഉണ്ട്, എൻഡോന്യൂക്ലിയസസും ഉണ്ട്. എക്സോന്യൂക്ലിയസസ് എന്ന് പറഞ്ഞാൽ എക്സോന്യൂക്ലിയസ് ആർ യൂസ്ഡ് ടു റിമൂവ് എ ന്യൂക്ലിയോടൈഡ് ഫ്രം ദ എൻഡ് ഓഫ് എ DNA. ഇതാണ് ഒരു DNA. ഇതിലേക്ക് നിങ്ങൾ എക്സോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. കണ്ടോ? അതിൻ്റെ എൻഡിൽ നിന്ന് ഒരു പീസ് ഓഫ് DNA അത് മുറിച്ച് മാറ്റി. എന്നാൽ എൻഡോന്യൂക്ലിയസസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഇതാണ് എൻഡോന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക. ഇതിലേക്ക് ഒരു DNA, ഇതിലേക്ക് എൻഡോന്യൂക്ലിയസ് അപ്ലൈ ചെയ്ത് എന്താ പറ്റുക? അത് DNAയുടെ ഇങ്ങനെ 2 പീസാക്കി മാറ്റും. ഉള്ളിലാണ് വർക്ക് ചെയ്യുക. DNAയുടെ ഉള്ളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എൻഡോ. ഒരു DNAയുടെ എൻഡിൽ നിന്ന് ഒരു ന്യൂക്ലിയോടൈഡിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ എക്സോ കിട്ടി.
വൈൽ ഐസൊലേറ്റിംഗ് DNA ഫ്രം ബാക്ടീരിയ വിച്ച് ഓഫ് ദി ഫോളോയിങ് എൻസൈം ഈസ് നോട്ട് യൂസ്ഡ്. താഴെ ഒരു ബാക്ടീരിയയിൽ നിന്ന് നിങ്ങളൊരു DNA ഐസൊലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ സെൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈസോസൈം ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് പ്രോട്ടീനെ റിമൂവ് ചെയ്യാൻ പ്രോട്ടീസസ് ഒഴിക്കണം, RNA റിമൂവ് ചെയ്യാൻ റൈബോന്യൂക്ലിയസ് ഒഴിക്കണം. പക്ഷേ ഒരിക്കലും നമ്മളവിടെ ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്? ഡീഓക്സി റൈബോന്യൂക്ലിയസ് നമ്മൾ ഉപയോഗിക്കില്ല. സോ നമ്മുടെ ആൻസർ 4 ആണ്. ഉപയോഗിക്കാൻ സാധ്യത ഇല്ലാത്തതാണ് ചോദിച്ചത്, അതുകൊണ്ട് ആൻസർ 4 ആണ് വരിക. കിട്ടിയോ? ആൻസർ 4 ആണ് വരിക. ഇനി അടുത്ത് നോക്കണം. സിഗ്നിഫിക്കൻസ് ഓഫ് ഹീറ്റ് ഷോക്ക് മെത്തേഡ് ഇൻ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ ഈസ് ഫെസിലിറ്റേറ്റ് ടു. എന്തിനാണ് സഹായിക്കുക? ആദ്യ ആൻസർ മാർക്ക് ചെയ്യാം. അപ്ടേക്ക് ഓഫ് DNA ത്രൂ ട്രാൻസ്പോർട്ട് പോസ് ഇൻ ദ ബാക്ടീരിയൽ സെൽ വാൾ. ഒരു ബാക്ടീരിയൽ സെല്ലാണ് ഈ കാണുന്നത് നിങ്ങൾ വിചാരിക്കുക. ഒരു ബാക്ടീരിയൽ സെല്ലാണ് ഈ കാണുന്നത്. ഇതാണ് അതിൻ്റെ സെൽ വാൾ, ഇതാണ് അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ. ഒരു DNA നമ്മൾ ഇവിടെ കൊടുത്താൽ ഒരു ഫോറിൻ DNA ഒരു ബാക്ടീരിയൽ സെൽ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബാക്ടീരിയൽ സെല്ലിനെ കാൽഷ്യം ക്ലോറൈഡ്, ഡൈവാലൻ്റ് കാറ്റയോൺ ആയുള്ള കാൽഷ്യം അടങ്ങിയ സൊല്യൂഷനിൽ ട്രീറ്റ് ചെയ്യും. ഡൈവാലൻ്റ് കാറ്റയോൺ എന്ന് പറയുമ്പോൾ കാൽഷ്യം 2+ഉം 2Cl- അല്ലേ. അപ്പോൾ കാൽഷ്യം ക്ലോറൈഡ് സൊല്യൂഷനിലാണ് നമ്മൾ മുക്കുന്നത്. അതിലാണ് ഡൈവാലൻ്റ് കാറ്റയോൺ അല്ല കാൽഷ്യം 2+ ഉള്ളത്. അങ്ങനെ കാൽഷ്യം 2+ വെച്ചിട്ട് ഹീറ്റ് ഷോക്കിന് കാൽഷ്യം 2+ വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ബാക്ടീരിയൽ സെല്ലിൻ്റെ പിറ്റുകളൊക്കെ ഓപ്പൺ ആവും. നൗ ദ DNA അപ്ടേക്ക് ഓഫ് DNA ത്രൂ ദ ട്രാൻസിയൻ പോസ്, സെൽ വാളിലുള്ള പോസിലൂടെ അത് DNA എടുക്കാൻ റെഡിയാവും. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ആൻസർ വരും. 40. ദ ടാക്ക് പോളിമറൈസ് എൻസൈം ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം. സിമ്പിളാണ്. തെർമസ് അക്വാറ്റിക്കസ്. ഒന്നും പറയണ്ട. തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ഒരു ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കുന്ന ബാക്ടീരിയയിൽ നിന്നാണ് തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള ടാക്ക് പോളിമറൈസ് എൻസൈം ഐസൊലേറ്റ് ചെയ്യുന്നത്. അടുത്ത് നോക്കണം. ദ പ്രോസസ് ഓഫ് സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് എക്സ്പ്രസ്ഡ് പ്രോട്ടീൻ ബിഫോർ മാർക്കറ്റിംഗ് ഈസ് കോൾഡ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ശരിയാണ് അല്ലേ? നമ്മൾ ബയോറിയാക്ടറിൽ നിന്ന് പ്രോഡക്റ്റിനെ സെപ്പറേറ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. എ ജീൻ ഹൂസ് എക്സ്പ്രഷൻ ഹെൽപ്സ് ടു ഐഡന്റിഫൈ ട്രാൻസ്ഫോംഡ് സെൽ ഈസ് നോൺ ആസ് സെലക്ടബിൾ മാർക്കർ. ഒരു ജീന് ട്രാൻസ്ഫോംഡ് ആണ് എന്ന് അറിയാൻ സെലക്ടബിൾ മാർക്കേഴ്സ് ആർ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ. ദേ ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ഓഫ് ട്രാൻസ്ഫോമൻസ് ആൻഡ് എലിമിനേഷൻ ഓഫ് നോൺ ട്രാൻസ്ഫോമൻ ജീൻസ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ 1 വരും. അടുത്ത് നോക്കടാ. 42. മാച്ച് കോളം 1 വിത്ത് കോളം 2. കോളം 1ഉം കോളം 2ഉം കൂടി ഒന്ന് മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. ഇത് നോക്കിക്കോണേ. ആംബിസിലിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൻറ്റിബയോട്ടിക് ആണ്. എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്നത് DNA നമ്മൾ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ്. കൈറ്റിനേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ A3B1C4 എന്ന് പറയുന്ന ഓപ്ഷൻ 1 കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും. കറക്റ്റ് അല്ലേ? അടുത്ത് നോക്കടാ. ദ സെപ്പറേറ്റഡ് ബാൻഡ്സ് ഓഫ് DNA ആർ കട്ട് ഔട്ട് ഫ്രം അഗാരോസിൽ ആൻഡ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ജെൽ പീസ്. ദിസ് സ്റ്റെപ്പ് ഈസ് നോൺ ആസ്, അതിനെ പറയുന്ന പേരാണ് എല്യൂഷൻ. ജെൽ ഇലക്ട്രോഫോറസിസ് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ പീസ് ഓഫ് DNA ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് എല്യൂഷൻ. ഐസൊലേഷൻ ഓഫ് സെപ്പറേറ്റഡ് DNA സ്ട്രാൻഡ്സ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് പീസ് ഓഫ് DNA ഫ്രം ദ ജെൽ, അതിനെ പറയുന്ന പേരാണ് എല്യൂഷൻ എന്നാണ് പറയുക. 44. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ബയോറിയാക്ടർ പ്രൊവൈഡ് ഓപ്റ്റിമം ടെമ്പറേച്ചർ, pH, സോൾട്ട്, വൈറ്റമിൻ, ഓക്സിജൻ ഇതൊക്കെ ബയോറിയാക്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പാർജ്ഡ് ബയോറിയാക്ടർ ഇൻ വിച്ച് എയർ ബബിൾ, സ്പാർജ്ഡിൽ എയർ ബബിൾ കൂടുതലാണ് നമുക്കറിയാം. PBr322 ഒരു ക്ലോണിംഗ് വെക്ടർ എന്ന് പറയാം. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല, അതുകൊണ്ട് നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരും. ഓപ്ഷൻ 4 ഈസ് അവർ ആൻസർ. അടുത്തത് അസേർഷൻ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആർ ഓൾസോ നോൺ ആസ് മോളിക്കുലാർ സിസേഴ്സ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് DNA കട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ എന്താ വിളിക്കുക? മോളിക്കുലാർ സിസർ എന്നാണ് വിളിക്കുക. റെസ്ട്രിക്ഷൻ എൻസൈംസ് ഈസ് യൂസ്ഡ് ടു ജോയിൻ ദ DNA ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ലിഗേസ് എൻസൈം ആണ് ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അസേർഷൻ ശരിയാണ്, റീസൺ ഫോൾസ് ആണെന്നുള്ള ഓപ്ഷൻ 3 ആൻസർ കിട്ടും. കിട്ടിയോ? സിമ്പിൾ അല്ലേ? അടുത്തത് വിച്ച് അമംഗ് ദ ഫോളോയിങ് പെയർ ഈസ് കറക്റ്റ്. താഴെ തന്നതിൽ കറക്റ്റ് ആയിട്ട് എഴുതുന്നത്. പ്ലാന്റ് സെല്ലിന് ഓപ്പൺ ചെയ്യാൻ സെല്ലുലൈസ് ആണ് വേണ്ടത്, കൈറ്റിനൈസ് അല്ല. ഫംഗസിന് ഓപ്പൺ ചെയ്യാൻ കൈറ്റിനൈസ് ആണ് വേണ്ടത്, ലൈസോസൈം അല്ല. ബാക്ടീരിയ സെല്ല് ഓപ്പൺ ചെയ്യാൻ വേണ്ടത് ലൈസോസൈം ആണ്, സെല്ലുലൈസ് അല്ല. പ്രൈമർ അനീലിംഗ് സെക്കൻഡ് സ്റ്റെപ്പിലാണ് ആഡ് ചെയ്യുക. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കറക്റ്റ് ഓപ്ഷൻ 4 ആണ്. കിട്ടി? അടുത്തത് ചൂസ് ദ ഓപ്ഷൻ ഷോയിങ് ദ കറക്റ്റ് ലേബലിംഗ് ഓഫ് ABCD ഇൻ ദ ഗിവൺ ഫിഗർ. ഡൈക്കോട്ടെംബ്രിയോൻ്റെ ചിത്രമാണ് തന്നേക്കുന്നത്. കറക്റ്റ് ലേബലിംഗ് ആണ് ചോദിച്ചേക്കുന്നത്. നോക്കണേ. A എന്ന് പറയുന്നത് എന്താണ്? 2 കോട്ടിലിഡനാണ്. അപ്പോൾ A 2 കോട്ടിലിഡനാണ്. B എന്ന് പറയുന്നത് കോട്ടിലിഡൻ ലെവലിൻ്റെ താഴെയുള്ളതാണ്, ഹൈപ്പോ കോട്ടിലിഡനാണ്. C എന്ന് പറയുന്നത് റൂട്ട് ക്യാപ്പ് ആണ്. C ഇവിടെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് അത് റൂട്ട് ക്യാപ്പ് ആണ്. D റാഡിക്കലാണ്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ആൻസർ കിട്ടുക. കിട്ടിയിട്ടില്ല എല്ലാവർക്കും? അടുത്ത് നോക്കടാ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ഓപ്ഷൻ ABCD കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈക്കോ R1. ഇതെല്ലാവരോടും ബൈഹാർട്ട് ചെയ്തൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ ഈ ഡയഗ്രം അല്ലേ. ഈക്കോ R1. B എന്ന് പറയുന്നത് ആരാണ്? B ബാം H1 ആണ്. ബാം H1. പിന്നെ D എന്ന് പറയുന്നത് ആരാടാ? D എന്ന് പറയുന്നത് ഒറി അല്ലേ. D എന്ന് പറയുന്നത് ഒറിയാണ്. ഇവിടെയാണ് ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കേ. A ഈക്കോ R1, B ബാം H1, C ആംബിസിലിൻ റെസിസ്റ്റൻസ്, D ഒറി. അപ്പോൾ 4 കിട്ടും ആൻസർ. 4. എങ്കിൽ അടുത്തത് നോക്കണം.
49ാമത്തെ ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു. നോക്കണേ. ഒവ്യൂൾസ് ആർ ജനറലി ഡിഫറൻഷിയേറ്റ് സിംഗിൾ മെഗാസ്പോർ മദർ സെൽ ഇൻ ചലാസൽ റീജിയൺ എന്നല്ല പറയുക, മൈക്രോബൈലാർ റീജിയനിലേക്കാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കിക്കോണേ. ദ മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ആൻഡ് പ്രൊഡ്യൂസ് 4 ഡിപ്ലോയിഡ് മെഗാസ്പോസ് അല്ല, ഹാപ്ലോയിഡ് മെഗാസ്പോസ് ആണ്. അപ്പോൾ ഇത് ഇവിടെ തെറ്റാണ്, ഇത് ഇവിടെയും തെറ്റാണ്. അതുകൊണ്ട് 2 സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണെന്നുള്ള ഓപ്ഷൻ 2 എടുക്കും നമ്മൾ. എങ്കിൽ 50ാമത്തെ ചോദ്യം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ദ ഇവൻറ്റ് ഫ്രം പോളൻ ഡെവലപ്മെൻറ്റ് സ്റ്റിഗ്മ അണ്ടിൽ പോളൻ ട്യൂബ് സെൻറ്റേഴ്സ് ഇൻ ടു ദ ഓവറി പ്രിപ്പേർഡ് ആസ് പോളൻ വിസ്വൽ ഇൻട്രാക്ഷൻ. അത് കറക്റ്റാണ്. ക്ലീസ്റ്റോഗ്യാമസ് ഡു നോട്ട് എക്സ്പോസ് ദെയർ സെക്സ് ഓർഗൻ. ശരിയാ, ക്ലീസ്റ്റോ തുറക്കടാ, ഞാൻ തുറക്കൂല. അപ്പോൾ ക്ലീസ്റ്റോ എപ്പോഴും ക്ലോസ്ഡ് ആണ്, സെക്സ് ഓർഗൻസ് എപ്പോഴും ഉള്ളിലാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. സോ ഓപ്ഷൻ 1 ഈസ് അവർ ആൻസർ. സോ മക്കളെ, നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, നിങ്ങൾ നന്നായിട്ട് എഴുതുക. എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ മനസ്സിലാക്കി വെക്കുക. NCERTയിലെ ഭാഗം ഒന്നുകൂടി വായിക്കാം. സോ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, ഇതൊന്നുകൂടി ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.